Good evening, everyone. എല്ലാവർക്കും നമസ്കാരം. തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനും മാതൃഭൂമിയും ചേർന്ന് അവതരിപ്പിക്കുന്ന ഗൈഡൻസ് ഓൺ ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഡിസൈൻ ആൻഡ് ആർക്കിടെക്ചർ എന്ന വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഹയർ സെക്കൻഡറി പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും പൊതുവെ ഉണ്ടാകുന്ന ഒരു സംശയം അല്ലെങ്കിൽ ഒരു ആശങ്കയാണ് ഹയർ സ്റ്റഡീസിന് ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, ജോലി സാധ്യത ഏറ്റവും കൂടുതലുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്, കുട്ടികളുടെ അഭിരുചിക്ക് അനുസരിച്ച കോഴ്സുകൾ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നതൊക്കെ. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ആർക്കിടെക്ചർ, ഡിസൈൻ എൻട്രൻസ് പരീക്ഷകളിലെ ആദ്യ റാങ്കുകൾ കുട്ടികൾക്ക് നേടിക്കൊടുത്ത ആത്മവിശ്വാസത്തിൽ ഇന്നിവിടെ തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആർക്കിടെക്ചർ, ഡിസൈൻ കോഴ്സുകളെ കുറിച്ചും അതിന്റെ അനന്ത സാധ്യതകളെ കുറിച്ചും ചർച്ച ചെയ്യുന്നു. പതിനൊന്നാം വയസ്സിലേക്ക് എത്തിയിട്ടുള്ള തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ഇതിനോടകം ഒട്ടനവധി കുട്ടികളെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ NIDകളിലും IITകളിലും നിന്ന് ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ അധ്യാപകരാൽ സമ്പന്നമാണ് തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ നമ്മൾ ഇന്ന് ഈ വെബിനാർ അവതരിപ്പിക്കുന്നത് സെഷൻസ് ആയിട്ടായിരിക്കും. അതിൽ ആദ്യത്തെ സെഷൻ കരിയർ ഇൻ ആർക്കിടെക്ചർ ആണ്. ഈ സെഷൻ നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്നത് മിസ്റ്റർ സച്ചിൻ CK. അദ്ദേഹം സെപ്റ്റ് അലൂമിനസ് ആണ്, കൂടാതെ TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. സെക്കൻഡ് സെഷൻ, നമ്മുടെ രണ്ടാമത്തെ സെഷൻ എന്ന് പറയുന്നത് കരിയർ ഇൻ ഡിസൈൻ. സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത് വിഭു സാറാണ്, മിസ്റ്റർ വിഭു സുരേന്ദ്രൻ. അദ്ദേഹം തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലെ ഡിസൈൻ ഫാക്കൽറ്റിയാണ്, കൂടാതെ അദ്ദേഹം ഒരു NID അലൂമിനസ് കൂടിയാണ്. മൂന്നാമത്തെ സെഷൻ, തേർഡ് സെഷൻ, ഈ വെബിനാറിലെ വൺ ഓഫ് ദി മെയിൻ സെഷൻ ആണ് എക്സാം ഓവർവ്യൂ. ഈ സെഷനിൽ ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻസ് എക്സാംസിനെ കുറിച്ച് വളരെ വിശദമായി ഒരു എക്സ്പ്ലനേഷനും കൂടാതെ വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ സെഷൻ പ്രസന്റ് ചെയ്യുന്നത് സൂരജ് സാറാണ്, മിസ്റ്റർ സൂരജ് റെജിനാൾഡ്. അദ്ദേഹം തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലെ ആർക്കിടെക്ചർ ഫാക്കൽറ്റിയും NIT അലൂമിനസ് കൂടിയാണ്. സോ വി വിൽ മൂവ് ഓൺ ടു ദ ഫസ്റ്റ് സെഷൻ വിച്ച് ഇസ് കരിയർ ഇൻ ആർക്കിടെക്ചർ. സോ ഈ സെഷൻ പ്രസന്റ് ചെയ്യുന്നതിനായി I invite Mr. Sachin CK to take on the session. Hello, sir. Hello. Good evening. I'm sharing my screen. Is my screen visible? Yes, sir. It's clear. Is audio clear? Video clear? Yes, sir. Okay. So, good evening, everyone, and welcome to today's session. ഞാൻ ഇന്ന് ബേസിക് ആയിട്ട് നമുക്ക് ആർക്കിടെക്ചർ കോഴ്സിനെ പറ്റിയും എന്താണ് ആർക്കിടെക്ചർ എന്നും ആരാണ് ആർക്കിടെക്ട്സ് എന്നും നമ്മുടെ ആർക്കിടെക്ചർ B.Arch പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ മേജർ പഠിച്ചു പോകുന്നതെന്നും എങ്ങനെയാണ് നമ്മുടെ ഒരു ആർക്കിടെക്ചർ സ്റ്റുഡന്റിന്റെ ലൈഫും സ്റ്റുഡന്റ് കഴിഞ്ഞിട്ട് നമ്മുടെ എങ്ങനെയാണ് ജോലി സാധ്യതകൾ എന്തൊക്കെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ B.Arch കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ വേറെ അഡ്വാൻസ്ഡ് സ്റ്റഡീസിലോട്ട് ഏതൊക്കെ സെക്ടറിലോട്ട് അല്ലെങ്കിൽ ഏതൊക്കെ ഫീൽഡിലോട്ട് നമുക്ക് പിന്നെയും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ചില മിക്ക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഒരു ബ്രീഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. എനിവേസ്, വൺസ് അഗൈൻ വെൽക്കം ഓൾ. ആൻഡ് എന്റെ പേര് സച്ചിൻ എന്നാണ്. ഞാൻ കൊല്ലം TKM കോളേജിൽ B.Arch പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം ഡൽഹിയിൽ urban പ്രോജക്ട്സ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സെപ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ urban ഇൻഫ്രാസ്ട്രക്ചറിന് ഞാൻ അഡ്വാൻസ്ഡ് മാസ്റ്റേഴ്സിന് വേണ്ടി പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാനൊരു MNCയിൽ വർക്ക് ചെയ്യാണ് ബാംഗ്ലൂരിൽ. ആൻഡ് തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഞാൻ ഫാക്കൽറ്റിയാണ് തിങ്കിൽ. എനിവേസ്, നമ്മൾ ഇന്ന് എല്ലാവരും വന്നിരിക്കുന്ന ഒരു ബേസിക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ് ആർക്കിടെക്ചർ? നിങ്ങൾക്ക് എല്ലാവർക്കും ജനറൽ ആയിട്ട് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, എന്താണ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ ആരാണ് ആർക്കിടെക്ട്സ്, എന്താണ് COA അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ എന്താണ്? അപ്പം ഇതിനെപ്പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ആർക്കിടെക്ചർ എന്ന് പറയുമ്പം നമ്മുടെ ഒരു ക്രിയേറ്റീവ് സൈഡ് അല്ലെങ്കിൽ നമ്മുടെ ആർട്ട് ഓർ നമ്മുടെ എബിലിറ്റി ടു ഡിസൈൻ ആ ഒരു സൈഡും നമ്മുടെ ഒരു എഞ്ചിനീയറിംഗ് സൈഡും അതിന്റെ ഫങ്ഷനാലിറ്റി അല്ലെങ്കിൽ ഒരു റാഷണൽ ലെവൽ തിങ്കിങ്ങിലോട്ടുള്ള അതിന്റെ രണ്ടിനെ ഒരു കൂടിച്ചേരുന്ന ഒരു എലമെന്റ് ആണ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ക്രിയേറ്റീവ് സൈഡ് ആൻഡ് ദ എഞ്ചിനീയറിംഗ് സൈഡ്. ഇനി ആർക്കിടെക്ട്സ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതായിരിക്കാം, ഒരു ബിൽഡിങ്സുകളോ അല്ലെങ്കിൽ വലിയ വലിയ കെട്ടിടങ്ങളോ അത് ഡിസൈൻ ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനുള്ള
ഡിസൈൻ എബിലിറ്റി ഉള്ള ആൾക്കാരാണ് ആർക്കിടെക്ട്സ് എന്ന് പറയുന്നത്. അവര് നമ്മുടെ മേജർ ജോലി എന്ന് പറയുന്നത് urban ബിൽഡ് സ്പേസസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇനിയും നമ്മുടെ ആർക്കിടെക്ട്സ് ഇന്ത്യയിൽ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ബോഡി ഉണ്ട്, കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ. അപ്പൊ ഈ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ ആണ് നമ്മുടെ ആരൊക്കെ ആർക്കിടെക്ട് ആവണം, ആരൊക്കെ എന്ത് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് ആർക്കിടെക്ട്സ് ആവുക, അല്ലെങ്കിൽ ആർക്കിടെക്ചർ പഠിക്കാൻ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, നാറ്റ എക്സാമിനേഷന് പോലും അതിന്റെ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയാസ് ഡിസൈൻ ചെയ്യുന്നത് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ ആണ്. അപ്പൊ നമുക്കൊരു പ്രോപ്പർ ഗവൺമെന്റ് ബോഡി ഉണ്ട് ഇതിനെ മാനേജ് ചെയ്യാനായിട്ട്. ഒരു ബ്രീഫ് ആയിട്ട് ആർക്കിടെക്ചറിനെ പറ്റി ഇങ്ങനെയാണ്. ഇനിയും നമുക്കറിയാം, ഇപ്പൊ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ള ബിൽഡ് സ്ട്രക്ചേഴ്സ്, അല്ലെങ്കിൽ ഇപ്പൊ താജ്മഹൽ അല്ലെങ്കിൽ ബുർജ് ഖലീഫ, അപ്പൊ ഇങ്ങനെയുള്ള വെരി ഫേമസ് ബിൽഡ് സ്ട്രക്ചേഴ്സിന്റെ ഒരു ഫോം ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബിൽഡ് എലമെന്റ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു ആർക്കിടെക്റ്റിന്റെ മേജർ റോൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ ഇന്ത്യയുടെ തന്നെ നമ്മുടെ രാജ്യത്തിനെ തന്നെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐക്കണായി മാറി താജ്മഹൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ബ്യൂട്ടി, അല്ലെ ആ ഒരു ബിൽഡിങ്ങിന്റെ ഒരു കപ്പാസിറ്റിയാണ് നമ്മുടെ ഒരു ആർക്കിടെക്റ്റിന്റെ സ്കിൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു ആർക്കിടെക്റ്റിന്റെ എബിലിറ്റിയാണ് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ലോകത്ത് ഒരു കംപ്ലീറ്റ് വ്യത്യസ്തമായ ചേഞ്ച് ഉണ്ടാക്കാനുള്ള എബിലിറ്റി. അതാണ് ഒരു ആർക്കിടെക്റ്റിന്റെ കയ്യിലുണ്ടാകുന്നത്. ഇപ്പൊ ബുർജ് ഖലീഫ അല്ലെങ്കിൽ ഈവൻ ട്രിവാൻഡ്രത്തുള്ള പത്മനാഭസ്വാമി ക്ഷേത്രം പോലും ഇറ്റ് ഹാസ് ബീൻ പ്രൂവ്ഡ് ടു പ്രൊവൈഡ് ഓർ ടു ബി ആൻ ഐക്കൺ ഫോർ ദ സിറ്റി. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന ബിൽഡ് സ്ട്രക്ചറിന്റെ ഫോം എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളൊരു ഹിസ്റ്ററി ഉണ്ടാക്കുകയാണ്, നിങ്ങൾ ഒരു ചരിത്രം അവിടെ സൃഷ്ടിക്കുകയാണ് ഒരു ബിൽഡ് സ്ട്രക്ചർ ഉണ്ടാക്കുക. അപ്പൊ ഏതൊരു ബിൽഡ് ഫോമിനെയും ഡിസൈൻ ചെയ്യാനും അതിന്റെ പുറമേ ഉള്ള ഡിസൈൻ ചെയ്യുന്നതിന് വൺ ഓഫ് ദ റോൾ ഓഫ് ആൻ ആർക്കിടെക്ട് എന്ന് പറയുന്നത്. ഇനി ഒരു അടുത്ത റോളാണ്, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സെക്ഷൻ ആണ് അതിന്റെ ഇന്റീരിയർ ചെയ്യാന്ന് പറയുന്നത്. ഇന്റീരിയർ എന്ന് പറയുമ്പം അതിന്റെ അകത്തുള്ള ഫങ്ഷനാലിറ്റി. അപ്പൊ നിങ്ങൾക്ക് എവിടെ വേണം കാർ പാർക്ക്, എവിടെ വേണം എൻട്രൻസ് കൊടുക്കാൻ, എവിടെ വേണം നമ്മുടെ ബാൽക്കണി പ്രൊവൈഡ് ചെയ്യാൻ, എവിടെ വേണം നമ്മുടെ ബെഡ്റൂം സ്പേസസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഏരിയാസ് എങ്ങനെ ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ ടോയ്ലറ്റ്സ് എവിടെ കൊടുക്കണം, അത് എന്തുകൊണ്ട് നമ്മുടെ ഇവിടെ ഇത്രയും ഓപ്പൺ സ്പേസസ് കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ബിൽഡിംഗ് ഫങ്ഷനാലിറ്റി, അകത്തുള്ള എല്ലാ റൂമുകളുടെയും എല്ലാ ഏരിയകളുടെയും ഒരു പ്രോപ്പർ ഫങ്ഷനാലിറ്റിയും കൂടെ നിങ്ങൾ ഡിസൈൻ ചെയ്യണം. അപ്പൊ ഒരു ബിൽഡിങ്ങിന്റെ എക്സ്റ്റീരിയർ സൈഡും ഒരു ഇന്റീരിയർ സൈഡും ഡിസൈൻ ചെയ്യണം. ഇനി ഈ ഡെപ്തിലോട്ട് പോകുമ്പം ഒരു ബിൽഡിങ്ങിന്റെ വളരെ കോർ ഇന്റീരിയർ സ്പേസസ് പോലും നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇപ്പൊ ഞാൻ ഒരു മിനി വീഡിയോ കാണിക്കാം, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ഒരു ഇമ്പോർട്ടൻസ് ഓഫ് ആൻ ആർക്കിടെക്ചർ അറിയാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അദ്ദേഹത്തിന് പ്രോപ്പർ ആയിട്ട് ഒരു ബെഡ്റൂം ക്ലോത്ത്സ് ഇടാനുള്ള സ്ഥലമില്ല, അല്ലെങ്കിൽ പ്ലഗ് പോയിന്റ് ഒരു ദൂരെയാണ്. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന ഒരു റൂമിലുള്ള കൺജഷൻ, അല്ലെങ്കിൽ ഒരു ഇന്നബിലിറ്റി, ഡിസഡ്വാൻറ്റേജസ് ഒരു ആർക്കിടെക്റ്റിന് അത് റീഡിസൈൻ ചെയ്ത് അതിനെ ബെറ്റർ ആക്കാൻ പറ്റും. അപ്പൊ ആ ഒരു ഏരിയാസ് നമ്മൾ ഡിസൈൻ ചെയ്തു, വാർഡ്രോബ്സ് പ്രോപ്പർ ആയിട്ട് വെക്കുന്നു, ബെഡിന്റെ കറക്റ്റ് സൈസ് കൊടുക്കുന്നു, പ്രോപ്പർ ലൈറ്റിംഗ് കൊടുക്കുന്നു, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള 2-way സ്വിച്ചസ് കൊടുക്കുന്നു. അപ്പം അവിടെ കയറി വരുന്നിട്ട് ലൈറ്റ് ഇടാനും അതുപോലെ കിടക്കുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യാനും, അപ്പൊ അങ്ങനെയുള്ള എല്ലാ എലമെന്റ്സും, ഈവൻ ദ മൈനർ സ്പേസസ് പോലും നമുക്കൊരു ആർക്കിടെക്റ്റ് ആണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഡിസൈൻ എബിലിറ്റി ആണ് നമ്മുടെ ബെറ്റർ ഇതാക്കുന്നത്, നമ്മുടെ ഒരു ബിൽഡ് സ്പേസിനെ കംപ്ലീറ്റ് ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിളും കൂടെ ഞാൻ കാണിക്കാം, ഒരു കിച്ചൺ സ്പേസ്. അപ്പൊ ഈ ഒരു കിച്ചൺ സ്പേസിൽ എങ്ങനെയാണ് ഒരു ആർക്കിടെക്റ്റിന്റെ സ്കില്ല് വരിക? നിങ്ങൾക്കറിയാം, ഇതിന്റെ ഹൈറ്റ് ഒത്തിരി താന്നുപോയി, അല്ലെങ്കിൽ ആ ഒരു സ്പേസ് ഡിസൈൻ ഒരു ഇംപ്രോപ്പർ ആയിട്ടുള്ള ചില ഏരിയാസ്. ഇപ്പം ഇതിന്റെ ഷെൽഫിന്റെ ഹൈറ്റ് ഒത്തിരി കൂടിപ്പോയി, അപ്പൊ അതുകൊണ്ട് പ്ലേറ്റ് എടുക്കുമ്പോൾ താഴെ വീഴുന്നു, അങ്ങനെയുള്ള ഡിഫറൻസ്. ഒരു ആർക്കിടെക്റ്റിന് അത് റീഡിസൈൻ ചെയ്ത് അതിനെ ബെറ്റർ ആക്കാൻ പറ്റും. അപ്പൊ ആ ഒരു സ്പേസ് റീഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു വന്ന ഒരു പ്രോപ്പർ ഫങ്ഷനാലിറ്റി, അല്ലെ ആ ഒരു ഫ്ലോ ഓഫ് ആക്ഷൻസ്, അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് ആർക്കിടെക്റ്റിന്റെ സ്കില്ലാണ്. അപ്പം അതാണ് ഒരു ആർക്കിടെക്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഒന്ന് ബ്രീഫ് ചെയ്യാം. നമ്മളൊരു എക്സ്റ്റീരിയർ ഫോമും ഒരു ഈവൻ ടു ദ ഇന്നർ മോസ്റ്റ് ഇന്റീരിയർ സ്പേസ് വരെയും ഉള്ള ഒരു ഫങ്ഷനാലിറ്റി, അതിന്റെ എലമെന്റ്സ് അല്ലെങ്കിൽ അതിന്റെ ഡിസൈൻ എലമെന്റ്സ്, അതെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫോമാണ് ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത്, ഒരു ആർക്കിടെക്ടിന്റെ ജോലി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജനറൽ ആയിട്ടും സ്റ്റുഡൻസിന് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, എന്താണ് ആർക്കിടെക്ചറും സിവിൽ എഞ്ചിനീയറിംഗും തമ്മിലുള്ള വ്യത്യാസം? അത് രണ്ടും സെയിം ആണോ, അതോ അത് രണ്ടും രണ്ടാണോ എന്നുള്ളത്.
അപ്പൊ അതിന്റെ ഒരു ബ്രീഫ് എക്സാമ്പിൾ പറഞ്ഞു. ഒരു സിവിൽ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ഒരു ബിൽഡ് സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റിനെ ആയിരിക്കും മോസ്റ്റ് കൺസേൺഡ് ആയിട്ട് നോക്കുക. അല്ലെങ്കിൽ ഒരു കോളം അല്ലെങ്കിൽ ഈ ഒരു ബീമിനകത്തുള്ള എത്ര ശതമാനം കോൺക്രീറ്റ് വേണം, എത്ര സിമെന്റ് വേണം, അല്ലെങ്കിൽ എത്ര സൈസിലുള്ള കമ്പി ഉപയോഗിക്കണം, സോ ദാറ്റ് അത് മാക്സിമം സ്ട്രെങ്ത് അല്ലെങ്കിൽ മാക്സിമം സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഞ്ചിനീയറിംഗ് സൈഡ് എന്ന് പറയും. ഒരു ഡിസൈൻ സൈഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ആർക്കിടെക്റ്റിന്റെ ഒരു ഇപ്പൊ ഈ ഒരു എങ്ങനെ ഫസാഡ്സ് കൊടുക്കാം, എവിടെ കാന്റിലിവേഴ്സ് കൊടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ആ ഒരു ബിൽഡ് ഫോമിനെ നമുക്ക് എത്ര മനോഹരമാക്കി മാറ്റിയെടുക്കാം എന്ന് പറയുന്നതാണ് ഒരു ആർക്കിടെക്റ്റിന്റെ റോൾ. അപ്പൊ ഇത് രണ്ടും ഭയങ്കര വ്യത്യസ്തമായ രണ്ട് റോൾസ് ആണ്, രണ്ടുപേർക്കും ഈക്വലി ഇമ്പോർട്ടന്റുമാണ്. അപ്പൊ നമ്മുടെ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് പറഞ്ഞ ഒരു അതുപോലെ തന്നെ ബിൽഡിങ്സ് മാത്രമല്ല, ഇപ്പൊ റോഡ്സ് ഉണ്ടാക്കും, അല്ലെങ്കിൽ റെയിൽവേസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ബ്രിഡ്ജസ് ഉണ്ടാക്കും, വലിയ ഡാമുകൾ ഉണ്ടാക്കും. സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഒരു ഭാഗമാണ് ബിൽഡ് സ്പേസസിനെ അല്ലെങ്കിൽ ബിൽഡ് സ്പേസസിന്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ അതേ സമയത്ത് ആർക്കിടെക്റ്റിന്റെ റോൾ എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡ് സ്ട്രക്ചറിനെ നമുക്ക് എങ്ങനെ മാക്സിമം എഫക്റ്റീവ് ആയിട്ടും മാക്സിമം ഫങ്ഷനാലിറ്റി കൊണ്ടും അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ മനസ്സിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്ന രീതിയിലും നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു ആർക്കിടെക്റ്റിന്റെ റോൾ എന്ന് പറയുന്നത്. സോറി, സ്ലൈഡ് ഒന്ന് മിസ്സായി. ഓക്കെ, ഇനിയും ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ആർക്കിടെക്ചർ ലൈഫ് അല്ലെങ്കിൽ B.Arch നമുക്ക് എന്താണ് നമ്മൾ B.Arch ലെവലിൽ പഠിക്കുന്നത്. അപ്പൊ ഒരു ആർക്കിടെക്റ്റിന്റെ ഒരു B.Arch പഠിക്കുന്ന സ്റ്റുഡന്റിന് നമുക്ക് മേജർ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു തിയറി സബ്ജക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇമ്പോർട്ടൻസ് ഉണ്ട്, ബട്ട് മോർ ഓവർ നമ്മളൊരു പ്രാക്ടിക്കൽ റിയൽ പ്രോജക്റ്റ് ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒരു റിയൽ പ്രോജക്റ്റ്, ഒരു കഫേ എടുക്കുന്നു അല്ലെങ്കിൽ ഒരു ചെറിയ പ്രോജക്റ്റ് എടുത്തിട്ട് അതിനെ നമ്മൾ അതിന്റെ കേസ് സ്റ്റഡീസ് ചെയ്യുന്നു. അതിന്റെ സാമമായിട്ടുള്ള ഇപ്പൊ ഒരു ഹോട്ടൽ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ 1-2 ഹോട്ടൽസ് പോയി കാണുന്നു, അതിനുവേണ്ടി നമ്മൾ യാത്ര ചെയ്യുന്നു. അപ്പം ആ ഒരു ബിൽഡ് സ്പേസസ് നമ്മൾ കണ്ട് മനസ്സിലാക്കി അതിനെ റീഡിസൈൻ ചെയ്ത് നമ്മളൊരു ബെറ്റർ ഡിസൈൻ ആക്കി മാറ്റുന്നതാണ് ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്, ഒരു പ്രോജക്ട് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓവർ ദ 5 years നിങ്ങൾ കുറെ പ്രോജക്ട്സിൽ ഇൻവോൾവ് ചെയ്യാം, ചെറിയ തൊട്ട് വലുത് വരെ. അപ്പൊ ആ ഒരു ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കഫേ പോലെയോ അല്ലെങ്കിൽ ഒരു ചെറിയ ഏരിയാസ് ആയിരിക്കും നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്. ഒരു സെക്കൻഡ് സെമസ്റ്ററോ അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിലോട്ട് പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കൊമേഴ്ഷ്യൽ സ്പേസസ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ബിൽഡ് സ്പേസസ് നിങ്ങൾ ഡിസൈൻ ചെയ്യാനുള്ള പ്രോജക്ട്സ് നിങ്ങൾക്ക് തരും. അത് കഴിഞ്ഞിട്ട് ഒരു തേർഡ് ഇയർ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഹോട്ടൽസും ഹോസ്പിറ്റൽസും അല്ലെങ്കിൽ ലാർജ് സ്കെയിലുള്ള കുറച്ചുകൂടെ ബിൽഡ് സ്ട്രക്ചേഴ്സിനെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഫോർത്ത് ഇയർ ആകുമ്പോഴത്തേക്കും ജനറലി നിങ്ങൾക്ക് ഒരു 1 full സെമസ്റ്റർ ഇന്റേൺഷിപ്പ് ഉണ്ടാവും. അത് യൂണിവേഴ്സിറ്റീസ് അനുസരിച്ചിരിക്കും. ചില യൂണിവേഴ്സിറ്റിയിൽ 1 semester, ചില യൂണിവേഴ്സിറ്റിയിൽ 1 year ആയിരിക്കും, അതായത് 2 semesters ആയിരിക്കും. ബട്ട് എനിവേസ് 1 semester ഇസ് എ മാൻഡേറ്ററി ഇന്റേൺഷിപ്പ്. ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ആർക്കിടെക്റ്റിന്റെ കൂടെ ഒരു 5 മാസം, ഒരു 6 months നിങ്ങൾ വർക്ക് ചെയ്യണം. നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഒരു ബിൽഡ് ഫോമിന്റെ അല്ലെങ്കിൽ റിയൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അത് നിങ്ങളുടെ B.Arch കോഴ്സിന്റെ ഒരു കരിക്കുലമാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു urban ലെവൽ പ്രോജക്റ്റിലോട്ട് വരും, കുറച്ചുകൂടെ ഒരു urban സ്ട്രീറ്റ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഏരിയാസ് ഡിസൈൻ ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള urban സ്ട്രീറ്റ് ലെവൽ പ്രോജക്ട്സിലോട്ട് വരും. അത് കഴിഞ്ഞിട്ട് 5th year ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു തീസിസ് സബ്മിറ്റ് ചെയ്യണം. അതൊരു വലിയ പ്രോജക്റ്റ് ആയിരിക്കും, ഒരു ക്യാമ്പസോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഡിസൈനോ ആയിരിക്കും. അപ്പൊ അത് ലാർജ് സ്കെയിൽ ബിൽഡിങ്ങിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫുൾ സെമസ്റ്റർ, ആ സെമസ്റ്ററിൽ തിയറി സബ്ജക്ട്സ് ഒന്നുമേ ഉണ്ടാവില്ല. അപ്പൊ അത്രയും ഇൻ കോറിൽ നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ളതാണ് പ്രോജക്റ്റ് അല്ലെങ്കിൽ സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ റിയൽ പ്രോജക്ട്സ് എടുത്തിട്ട് റിയൽ പ്രോജക്ട്സിനെ കേസ് സ്റ്റഡി ചെയ്ത് റിയൽ പ്രോജക്ട്സ് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നതാണ് ഒരു 5 year നിങ്ങൾ എല്ലാ സെമസ്റ്ററിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്ലാസ്സിൽ 40 പേരുണ്ടെങ്കിൽ 40 പേർക്കും ഡിഫറെന്റ് ഡിസൈൻസ് ആയിരിക്കും. ഇപ്പൊ ഒരു കഫേ, ഇപ്പൊ എല്ലാവർക്കും ഒരു പ്രോജക്റ്റ് ആയിരിക്കും, ഒരു വീട് ഡിസൈൻ ചെയ്യാം. പക്ഷെ 40 പേരും 40 വീടുകളിലായിരിക്കും ഡിസൈൻ ചെയ്യാം. അപ്പൊ അതാണ് ഒരു ആർക്കിടെക്റ്റിന്റെ ഒരു മേജർ ഒരു ഇമ്പോർട്ടൻസ് വരുന്നതെന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെ വാല്യൂ ചെയ്യാനും അങ്ങനെയാണ്, ഒരു 1-to-1 ഇന്ററാക്ഷൻ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ യുണീക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇനി ആസ് എൻ ആർക്കിടെക്ട് സ്റ്റുഡന്റ് നിങ്ങളുടെ ലൈഫിനകത്ത് കുറെ ഫിസിക്കൽ മോഡൽസ് ഉണ്ടാക്കണം, നിങ്ങളുടെ ഐഡിയാസ് റെപ്രസെന്റ് ചെയ്യാൻ നിങ്ങൾ സ്കെച്ചസ് വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ രീതിയിലും അപ്പം ഈ ഒരു മൊഡ്യൂൾ വരുമ്പോഴത്തേക്കിനും ചില സ്റ്റുഡൻസ് ജനറലി ചോദിക്കാറുണ്ട്, ഇഫ് ഐ എം നോട്ട് വെരി ഗുഡ് ഇൻ ഡ്രോയിങ് ഓർ സംതിങ്, വിൽ ഐ ബി ഗുഡ് ആസ് എൻ ആർക്കിടെക്ട്? അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാനൊരു ഫ്രാങ്ക് ആയിട്ട് ഒരു ഒപ്പീനിയൻ പറയാം. നിങ്ങൾ ഒരിക്കലും ഒരു ഭയങ്കര നല്ല സ്കെച്ചർ ആവണോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് ആവണമെന്നും മാത്രമില്ല. നിങ്ങൾക്ക് ഒരു
എബിലിറ്റി ടു ക്രിയേറ്റ് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാളായിട്ടും നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു കുറച്ചുകൂടി ഡ്രീമിലായിട്ട് ഒരു കംപ്ലീറ്റ്ലി യുണീക്ക് സാധനം നിങ്ങൾക്ക് കൊണ്ടുവരാനുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ അതാണ് ഒരു ആർക്കിടെക്റ്റിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യം. അത് നമുക്ക് ഇന്നത്തെ കാലത്ത് വി ഹാവ് ലോട്ട് ഓഫ് സോഫ്റ്റ്വെയർ ലൈക്ക് സ്കെച്ചപ്പ് ഉണ്ട്, റിവറ്റ് ഉണ്ട്, ഓട്ടോകാഡ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് കൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയാസിനെ റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കാൻ നിങ്ങൾക്ക് ഈ വക സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇഫ് യു ആർ ലിറ്റിൽ ബാക്ക്വേർഡ് ഇൻ ഡ്രോയിങ്, ഇറ്റ് ക്യാൻ ഓൾവേസ് ബി ഡെവലപ്ഡ്. പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ മോഡൽസ് ഉണ്ടാക്കുന്നു, അല്ലെ അങ്ങനെയുള്ള ഒരു ആക്റ്റീവ് എന്റർടൈനിങ് ലൈഫ് ആയിരിക്കും നമ്മുടെ ഒരു B.Arch കോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറെ മീംസ് ഉണ്ട്, ലൈക്ക് ഒത്തിരി ആർക്കിടെക്ചർ സ്റ്റുഡൻസിന് ഒത്തിരി കഷ്ടപ്പാടാണ്. ബട്ട് ഫ്രാങ്ക്ലി ഐ വിൽ ടെൽ യു സംതിങ്. ലൈക്ക് ഞാനൊക്കെ B.Arch പഠിച്ച സമയത്ത് ഞങ്ങൾക്ക് രാത്രിയിൽ പകല് വരുന്ന വർക്ക്ഔട്ട് നൈറ്റ് ഔട്ട് ചെയ്യുക. അപ്പൊ ആ ഒരു എബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സ്വന്തം ഡിസൈൻ, നമ്മുടെ സ്വന്തം പ്രോജക്ട്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 40 പേർക്ക് 40 ഡിസൈൻ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഡിസൈൻ കോപ്പി അടിക്കാൻ പറ്റത്തില്ല ഫ്രം അനദർ പേഴ്സൺ. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ വർക്ക്, നിങ്ങളുടേതായ ഷീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷമുണ്ട് വർക്ക് ചെയ്യാനായിട്ട്. അപ്പം രാത്രി പകല് ഞങ്ങൾക്ക് മ്യൂസിക് ഇടുന്നു, DJ വെക്കുന്നു, ബട്ട് അതൊന്നും ഞങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവില്ല. കാരണം ഞങ്ങൾ ഓവർ ദ നൈറ്റ് നമ്മൾ അതിനോട്, നമ്മുടെ വർക്കിനോട്, നമ്മുടെ യുണീക്ക് ക്രിയേറ്റിവിറ്റിയോട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പൊ അതാണ് ഒരു ആർക്കിടെക്ട് ലൈഫ്. അത്രയും ഒരു എന്റർടൈനിങ് ആണ് ആ ഒരു പെർസ്പെക്റ്റീവില്. ഒരു മൂവി ഉണ്ട്, ഇൻ വിച്ച് ആനി ഗിവ്സ് ഇറ്റ് ദോസ് വൺസ്. ഒരു അരുന്ധതി റോയുടെ സ്ക്രീൻ പ്ലേ ആണ്. സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ അരുന്ധതി റോയ് പഠിച്ച സമയത്ത് ഉണ്ടായിരുന്ന ഒരു ആർക്കിടെക്ട് ലൈഫിനെ പറ്റിയിട്ടുള്ള ഒരു മൂവിയാണ്. നിങ്ങൾ അത് ഓൺലൈൻ അവൈലബിൾ ആണ്. അത് കണ്ടിരുന്നാൽ ഇറ്റ് വിൽ റിയലി ബി ഹെൽപ്ഫുൾ ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ആർക്കിടെക്ചർ കോഴ്സ് ആൻഡ് ഓൾ. ഇനിയും ബെസ്റ്റ് ആർക്കിടെക്ചർ കോളേജസ് ഏതൊക്കെയാണ്? അപ്പം നാഷണൽ ലെവലിൽ നമുക്കറിയാം സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ ന്യൂഡൽഹി ഉണ്ട്, സെപ്റ്റ് യൂണിവേഴ്സിറ്റി അഹമ്മദാബാദ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ജനറൽ ആയിട്ടും സ്റ്റുഡൻസിന് വരുന്ന ഒരു ഡൗട്ട് ആണ്, അപ്പൊ IIT ആണോ നല്ലത് അതോ SPI ഡൽഹി ആണോ നല്ലത്? ഇപ്പൊ ഒരു ആസ് എൻ എഞ്ചിനീയർ, ഒരു ഇന്ത്യയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ IIT ബെസ്റ്റ് എഞ്ചിനീയേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് IIT ഉണ്ടാക്കിയതെങ്കിൽ ബെസ്റ്റ് ആർക്കിടെക്ട്സിനെയും പ്ലാനേഴ്സിനെയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് SPI ഡൽഹി ഉണ്ടാക്കിയത്. അപ്പൊ എന്തുകൊണ്ടും ഒരു ആർക്കിടെക്റ്റിന്റെ ഒരു മേജർ റോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു SPI ഡൽഹിയുടെ ഒരു മേജർ റോൾ എന്ന് പറയുന്നത് ആ ഒരു ആർക്കിടെക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു IIT കൂടുതൽ എഞ്ചിനീയേഴ്സിനെയും കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പം അതിൻ്റെതായ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു SPI പഠിക്കുമ്പോൾ ഓൺലി ആർക്കിടെക്ട്സ് മാത്രമുള്ള ഒരു ലോകത്ത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ കേരള സ്റ്റേറ്റിൽ വരുവാണെങ്കിൽ നമുക്ക് NIT കാലിക്കറ്റ് ഉണ്ട്, CET ട്രിവാൻഡ്രം ഉണ്ട്, TK കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ കോളേജസ്. ഇനിയും ഇത് എന്റെ തന്നെ കോളേജ് ലൈഫാണ് സെപ്റ്റിൽ പഠിച്ച സമയത്ത്. അപ്പം ഇതിപ്പോ ഞങ്ങൾ ചെയ്യുന്ന ഫിസിക്കൽ മോഡൽ അല്ലെങ്കിൽ ആ ഒരു സ്കെയിൽ ഓഫ് മോഡൽസ് ആണ്. അതുപോലെ തന്നെ ഇത് ഞങ്ങളുടെ സ്റ്റുഡിയോ സ്പേസിലാണ്. നമ്മൾ അത്രയും ഇരുന്ന് വർക്ക് ചെയ്യാനും ഒത്തിരി മോഡൽ ഉണ്ടാക്കാനും ഷീറ്റ് വർക്ക്ഔട്ട് ചെയ്യാനും അങ്ങനെയുള്ള സ്പേസസ് ആയിരിക്കും കൂടുതൽ വരിക എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ സ്റ്റുഡന്റിനും ഒരു യുണീക്ക് ഷീറ്റ് അല്ലെങ്കിൽ ഒരു യുണീക്ക് ഡിസൈൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ പ്രൊഫസേഴ്സിന്റെ 1-to-1 ഇന്ററാക്ഷൻസ്, നമ്മുടെ ഷീറ്റ് തൂക്കിയിടുന്നു അല്ലെങ്കിൽ ഒരു ഡിസൈൻ ഡെവലപ്പ് ചെയ്യുന്നു, നമ്മുടെ സ്കില്ലിനെ തന്നെ നമ്മൾ റീമോഡിഫൈ ചെയ്യുന്നു, അത് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഒരു 1-to-1 ഇന്ററാക്ഷൻ. അപ്പൊ അത്രയും ഒരു ക്ലോസ് കണക്ട് ഉണ്ടാവും നമ്മുടെ ഡിസൈനും നമ്മുടെ ആർക്കിടെക്ചർ ലൈഫുമായിട്ട്. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ ലൈഫ് ഡെവലപ്പ് ആവുന്നത്. ഇനി പറഞ്ഞു വരുമ്പോൾ ഒരു ഫേമസ് ആർക്കിടെക്ട്സ് ഇന്ത്യയിൽ ആരൊക്കെയാണ് ഉള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യമാണ്. B.V. ദോഷി എന്ന് പറഞ്ഞ ഒരു ആർക്കിടെക്റ്റാണ് ഏറ്റവും ഫേമസ്. He's the first Indian to win Pritzker Prize. Pritzker Prize എന്ന് പറയുന്നത് is equivalent to considered as a Nobel Prize for architecture in the field of architecture. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും ഒരു ആർക്കിടെക്റ്റിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് ഒരു സർട്ടിഫിക്കറ്റ് ആണ് Pritzker Prize എന്ന് പറയുന്നത്. അപ്പൊ അത് വിൻ ചെയ്ത ഫസ്റ്റ് ഇന്ത്യൻ ആണ് B.V. ദോഷി. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ വളരെ ഫേമസ് പിന്നെ ആർക്കിടെക്ട്സ് ലൈക്ക് ചാൾസ് കൊറിയ, രാജരവാൾ, അച്യുത് കൺവിന്റെ, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. ഇനിയും ആർക്കിടെക്ചർ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജോലി സാധ്യതകൾ പറയാനുള്ളത്, ഇപ്പം ഗവൺമെന്റ് സെക്ടറിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ COA ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഗവൺമെന്റ് ഓഫീസിലും, മേജർ ആയിട്ടുള്ള എല്ലാ ഗവൺമെന്റ് ഓഫീസിലും ആർക്കിടെക്ട് വേക്കൻസീസ് ഉണ്ട്. ഇപ്പൊ ഈവൻ സ്റ്റാർട്ടിംഗ് ഫ്രം ഇന്ത്യൻ ആർമി, അല്ലെ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അല്ലെ ISRO, CPWD, PWD, പ്ലാനിംഗ് ബോർഡ്, സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്, സെൻട്രൽ പ്ലാനിംഗ് ബോർഡ്, ഇപ്പൊ ഇങ്ങനെയുള്ള എല്ലാ വലിയ വലിയ സ്ഥാപനങ്ങളിലും ആർക്കിടെക്ട്സ് വേക്കൻസി ഉണ്ട്. പക്ഷെ ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതലും പോളിസി മേക്കിങ്ങും ഗവേണൻസും ആയിരിക്കും, അല്ലെങ്കിൽ നിയമങ്ങൾ എഴുതുന്ന രീതിയിലുള്ള വർക്ക് ആയിരിക്കും. അത് കുറച്ചുകൂടി ഒരു ഗവേണൻസ് സെക്ടറിനെ എഫക്ട് ചെയ്യുന്നതാണ് ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലോട്ട് വരുമ്പോൾ വളരെയധികം MNCs ഉണ്ട്. ഇപ്പൊ മൾട്ടിനാഷണൽ കമ്പനീസ് ആർക്കിടെക്ട്സിനെ ഹയർ ചെയ്യാൻ, ബിൽഡ് സ്പേസസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ആർക്കിടെക്ട് ആകുമ്പോൾ നമ്മുടെ സ്വന്തം ഫേം സ്റ്റാർട്ട് ചെയ്യാനും നമ്മുടെ സ്വന്തം ആർക്കിടെക്ചറൽ സ്കിൽ
നമുക്ക് ലോകത്ത് കാണിക്കാനായിട്ടുള്ള ഒരു എബിലിറ്റി, ഒരു പ്ലാറ്റ്ഫോമാണ് ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി ഫോം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറായിട്ട് കാണാവുന്നതാണ്. ഇനി B.Arch കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ B.Arch കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസിനെ പറ്റി ഞാൻ പറയാം. ഒരു B.Arch കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സെക്ടറാണ് urban ഡിസൈൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ 4th ഇയറിൽ നിങ്ങൾ പഠിക്കുന്ന urban സ്ട്രീറ്റ് ഡിസൈൻ അല്ലെങ്കിൽ മാർക്കറ്റ് ഡിസൈനിങ് എന്ന് പറഞ്ഞ ഒരു സെമസ്റ്ററിൽ പഠിക്കുന്നത് ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആയിട്ട് ഉണ്ട്. അത് urban ഡിസൈൻ എന്ന് പറയും. ഇപ്പൊ ഒരു urban പബ്ലിക് സ്പേസ്, ഒരു സിറ്റിക്കകത്തുള്ള ഒരു പബ്ലിക് ഏരിയ, അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഒരു urban ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സെക്ടറിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഭാവിയിൽ പ്രൊസീഡ് ചെയ്യാം. പിന്നെ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാല് ഇപ്പൊ കൂടുതൽ നമ്മുടെ എൻവയോൺമെന്റും പ്ലാന്റും കോണ്ടൂഴ്സും എലിവേഷൻസും അത് സ്മഡ്ജ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഒരു urban ഫോം ആക്കി ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്ലാൻസുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് വരുന്നതാണ് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സെക്ടറിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം. പിന്നെ ജനറൽ ആയിട്ടും പിള്ളേർക്ക് ഒരു സ്റ്റുഡൻസിനുള്ളതാണ് ഇന്റീരിയർ ഡിസൈനിങ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇന്റീരിയർ ഡിസൈൻ. ഇപ്പം ജനറലി ഇത് വരുമ്പോഴത്തേക്കിനും ചില സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്, എന്തിനാ മാസ്റ്റേഴ്സ് ചെയ്യുന്നത്, വൈ നോട്ട് ഡയറക്ട്ലി ഗോ ഫോർ ബാച്ചിലേഴ്സ് ഇൻ ഇന്റീരിയർ ഡിസൈൻ. അതിനുള്ള ഓപ്ഷൻസും ഉണ്ട്. നിങ്ങൾക്ക് വളരെ ഉറപ്പാണ് നിങ്ങൾക്ക് ഇന്റീരിയർ ഡിസൈനിങ് ആണ് ചെയ്യണമെങ്കിൽ യു കൻ ഓൾസോ ഗോ ഫോർ ദാറ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ B.Arch കോഴ്സിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പുറത്തുള്ള ഫോം തൊട്ട് അകത്തുള്ള ഇന്റീരിയർ സ്പേസ് വരെ എല്ലാം ഡിസൈൻ ചെയ്യണം. അപ്പൊ ആ ഒരു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സസിലോട്ട് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് പ്രൊസീഡ് ചെയ്യാം. ഒരു ഇന്റീരിയർ ഡിസൈനിങ് എന്ന് പറയും മെയിൻ ആയിട്ട് അകത്ത് എന്തൊക്കെ എലമെന്റ്സ് വെക്കണം, എവിടെയൊക്കെ മെറ്റീരിയൽസ് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിന്റെ മെറ്റീരിയൽസ് എന്തായിരിക്കണം, അല്ലെങ്കിൽ ലൈറ്റിംഗ് എലമെന്റ്സ് എങ്ങനെ കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇന്റീരിയർ സ്പേസസ് ഡിസൈൻ ചെയ്യുന്നതാണ് ഇന്റീരിയർ ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ അതുമല്ല നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ഡിസൈൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡിസൈനിലോട്ട് പ്രൊസീഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പൊ പ്രോഡക്റ്റ് ഡിസൈനിലോട്ട് പോകുമ്പോഴത്തേക്കിനും നിങ്ങൾ ഇപ്പൊ ഫർണിച്ചർ ഡിസൈനിങ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാനുള്ള ഒരു എബിലിറ്റി, അപ്പൊ അതിലോട്ട് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഇനിയിപ്പോ നിങ്ങൾക്ക് കൺസർവേഷൻ, ഞാൻ പറഞ്ഞ പോലെ ഒരു ബിൽഡ് സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു ഹിസ്റ്ററി ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ വി ആർ ക്രിയേറ്റിംഗ് സംതിങ് യുണീക്ക്. അപ്പൊ അത് ചില സമയത്ത് വളരെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബിൽഡിങ്സിനെ നമ്മൾ കൺസേർവ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന്റെ ഹിസ്റ്ററി നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പൊ താജ്മഹൽ തന്നെ എടുത്താൽ പോലും അത് കൺസേർവ് ചെയ്യാനും പ്രിസർവ് ചെയ്യാനും കൺസർവേഷൻ ആർക്കിടെക്ട്സ് ആണ്. അപ്പൊ ആ ഒരു ലെവലില് നിങ്ങൾ കൺസർവേഷൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഹിസ്റ്ററിയിലോട്ട് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ യു ക്യാൻ ഓൾസോ ഗോ ഫോർ ദാറ്റ് അഡ്വാൻസ്ഡ് മാസ്റ്റേഴ്സ് അഡ്വാൻസ് പ്രോഗ്രാം ഉണ്ട് ഇൻ കൺസർവേഷൻ ആൻഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു വേറെ സെക്ടറാണ് ഗ്രീൻ ആർക്കിടെക്ചർ, അല്ലെങ്കിൽ കൂടുതൽ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സെക്ടറിലോട്ട് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് പോകും. പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടി എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള ഒരു സൈഡാണ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്. കൂടുതൽ നമ്മൾ എങ്ങനെ ബിൽഡ് സ്പേസസ് എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ള ഒരു സെക്ടറിലോട്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഇൻ ആർക്കിടെക്ചർ ബാച്ചിലേഴ്സ് ഇൻ ആർക്കിടെക്ചർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ലാർജർ സ്കെയിലിലോട്ട് പോകണം, ഒരു ഫുൾ സിറ്റി ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ലാർജ് സ്പാൻ ഏരിയ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യണമെങ്കിൽ urban പ്ലാനിംഗ് എന്ന് പറഞ്ഞ സെക്ടർ ഉണ്ട്. urban പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ കൂടുതലും ഒരു കംപ്ലീറ്റ് സിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു urban ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് കൂടുതൽ 2 ഡയമെൻഷനിലാണ്, 3 ഡയമെൻഷണൽ എലമെന്റ്സ് കുറവാണ്. അപ്പൊ ഒരു കംപ്ലീറ്റ് എലമെന്റ് എവിടെയൊക്കെ നമ്മൾ ഹൗസിംഗ് കോളനീസ് കൊടുക്കണം, എവിടെയൊക്കെ നമ്മുടെ കമേഴ്ഷ്യൽ സ്ട്രീറ്റ്സ് കൊടുക്കണം, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുന്നതാണ്. urban പ്ലാനിങ്ങിൽ തന്നെ ഒത്തിരി സ്പെഷ്യലൈസേഷൻ ഉണ്ട്, ലൈക് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്, urban ഹൗസിംഗ്, റീജിയണൽ പ്ലാനിങ്, urban ഇൻഫ്രാസ്ട്രക്ചർ, എൻവയോൺമെന്റൽ പ്ലാനിങ്. അപ്പൊ അങ്ങനെയുള്ള പല സെക്ടറിലോട്ട് നിങ്ങൾക്ക് പിന്നെയും റീഫോക്കസ് ചെയ്യാനും നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ ജനറൽ ആയിട്ടൊന്ന് ബ്രീഫ് ചെയ്യാം. നമ്മളൊരു ആർക്കിടെക്ട് എന്ന് പറയുന്നത് നമ്മളൊരു എക്സ്റ്റീരിയർ ബിൽഡ് ഫോം തൊട്ട് ഒരു ഇന്റീരിയർ സ്പേസ് വരെ നമ്മൾ ഡിസൈൻ ചെയ്യാനും ഒരു ബിൽഡ് സ്ട്രക്ചറിനെ എവോൾവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്, ഒരു ജോലിയാണ് ആർക്കിടെക്റ്റിന്റെ ജോലി എന്ന് പറയുന്നത്. ഇനിയിപ്പം എനിക്ക് തോന്നുന്നു എല്ലാം ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും Q&A ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇടുക, നമ്മളത് എൻഡ് ഓഫ് ദ സെഷൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ആൻഡ് പാനലിസ്റ്റ് പ്ലീസ് പ്രൊസീഡ്. Thank you, sir. Thank you for a detailed session. So we will move on to the next session, which is career in design. I invite Mr. Vibhu Surendran to take on the session from here. Hello, sir. Yes, am I audible? Yes, sir, you are audible. Yes, and I hope you can see me. And yes, sir. My presentation is also there in front of us, right? Yes, sir, it's clear. Very good. So, a very good evening to all of you. Ellarkum namaskaram. Ente peru Vibhu. So the major intent of this presentation എന്താണെന്ന് already പറഞ്ഞു.
ഒരു ബേസിക് അവയർനെസ്. ഐ തിങ്ക് ദാറ്റ് ഇസ് എ വണ്ടർഫുൾ സെഷൻ ഓൺ ആർക്കിടെക്ചർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബേസിക് അവയർനെസ് അല്ലെങ്കിൽ ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബേസിക് അവയർനെസ് ഐ ഹോപ്പ് യു ഓൾ ഹാവ് പ്രോബ്ലി ഗോട്ട്. ആൻഡ് നൗ I am vested with the responsibility of design എന്താണ്, design education എന്താണ്, what is the possibility of design education in our country, അതേപോലെ job opportunities after design. അല്ലെ, ഇതൊക്കെ ആണ് പലപ്പോഴും പല കുട്ടികൾക്കും അല്ലെങ്കിൽ ഈ ഡിസൈൻ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി അധികം സംശയങ്ങളും ക്വയറീസും പല കുട്ടികൾക്കും സ്റ്റുഡൻസിനും പേരൻസിനും ഒക്കെ ഉള്ള ഒരു കോമൺ ഇഷ്യൂസ് ആണ്. സോ മൈ റെസ്പോൺസിബിലിറ്റി ടുഡേ വിൽ ബി അതൊക്കെ ഒന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഇൻറ്റൻറ്റ്. So hello all, once again I'm Vibhu. I'll just briefly introduce myself. ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ ചെയ്തത് TKM കോളേജിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാണ്. ആഫ്റ്റർ വിച്ച് I worked with Hindustan Aeronautics Limited Gas Turbine R&D Center, basically into working with aero engines. And after which I went on to doing my post-graduation with National Institute of Design in Transportation and Automobile Design. Almost I was working with automotive sector. Later in moved on to education sector, and I have been a design educator since the last 2 years. Currently, I am a faculty with Think Institute of Design, helping people across the globe who is interested into design, giving inputs on design and creative thinking. So, adana ennepatti briefly, and so that's it. That's the beginning about design. So, let's start on with understanding design. ഇപ്പം വളരെ കോമൺ ആയിട്ട് ഉള്ളൊരു ടേം ആണ് ഡിസൈൻ അല്ലേ, വളരെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ എപ്പോഴും കേട്ടുവരുന്ന ഒരു പ്രയോഗമാണ് ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മളൊരു ഒരു സാധനം, ഒരു പ്രൊഡക്റ്റ് ഷോപ്പിൽ വാങ്ങാൻ പോവാണ്, ഒരു പുതിയൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റ്, ഒരു മൊബൈൽ ആയിക്കോട്ടെ, ഒരു ലാപ്ടോപ്പ് ആയിക്കോട്ടെ. നമ്മൾ അവിടെ പോയി ചോദിക്കും, പലപ്പോഴും ഷോപ്പിൽ ഉള്ള ആൾക്കാരോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ പുതിയ ഡിസൈൻ ഒന്ന് കാണിക്കാമോ? അല്ലെങ്കിൽ അവർ പറയും, സാർ ഇതാണ് ഞങ്ങളുടെ ലേറ്റസ്റ്റ് ഡിസൈൻ, വൈ ഡോണ്ട് യു ട്രൈ ഇറ്റ് ഔട്ട്? അല്ലെങ്കിൽ ഒരു കാർ എടുക്കാൻ പോവുകയാണെങ്കിലും, അല്ലെങ്കിൽ ഒരു കാർ, ഒരു ബിൽഡിങ്ങിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കാറുള്ളത്, അതിന്റെ ഡിസൈൻ എങ്ങനെയാണ്, ഒന്ന് കാണിക്കാൻ പറ്റുമോ? എന്താണ് അതിന്റെ ഡിസൈനിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പുതുമ എന്താണ്? അല്ലെ, നമ്മൾ എപ്പോഴും വളരെ കോമൺ ആയിട്ട് കയറിയും ഇറങ്ങിയും നമ്മൾ ഡിസൈൻ എന്നുള്ള പ്രയോഗം ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മൾ കൃത്യമായി ഡിസൈൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കുന്നുണ്ട്. ആർ വി റിയലി അണ്ടർസ്റ്റാൻഡിങ് ദ എക്സാക്ട്, ഓർ ഡു വി അണ്ടർസ്റ്റാൻഡ്, അതിന്റെ വ്യാപ്തത നമ്മൾ മനസ്സിലാക്കിയാണ് ഈ പ്രയോഗിക്കുന്നത്. ഡിസൈൻ എന്താണ്? ഇസ് ഇറ്റ് ദ വേ ഓഫ് ഇലസ്ട്രേഷൻ? അത് വരയ്ക്കുന്ന രീതിയാണോ? അതെങ്ങനെ കാണണം എന്നുള്ളതാണോ? അതിന്റെ ശാസ്ത്രീയ വശങ്ങളാണോ? അതിന്റെ ടെക്നിക്കാലിറ്റീസ് ആണോ? ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, ലെറ്റ്സ് ട്രൈ ടു ഡീകോഡ് വാട്ട് ഡിസൈൻ ഇസ്. സോ ഡിസൈൻ എന്നുള്ള ഒരു പദം നമുക്ക് കുറച്ചുകൂടി ഡെപ്ത് ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഐ തിങ്ക് വി നീഡ് ടു നോ 2 other streams വെരി ഇമ്പോർട്ടൻ്റ്ലി. വൺ ഈസ് ആർട്സ്, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ പറ്റി അറിയണം. അതേപോലെ ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എഞ്ചിനീയറിനെ പറ്റി അറിയണം. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ 2 സ്ട്രീമാണ് ആർട്ടും അതേപോലെ എഞ്ചിനീയറിംഗും അല്ലെ. ആർട്ട് എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് നമ്മൾ എല്ലാവരും തന്നെ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ആർട്ട് എക്സിബിഷൻ കാണാൻ പോയിട്ടുണ്ടാവും അല്ലെ. പലപ്പോഴായിട്ടും പെയിന്റിംഗ് ആയിട്ടും സ്കൾപ്ചർ ആയിട്ടും കൊച്ചിയിൽ നടക്കുക ബിയന്നാലെ ആയിട്ടും അല്ലെ, പലപ്പോഴായിട്ടും നമ്മൾ വിഷ്വൽ ആർട്ട് എക്സിബിഷൻസ് വളരെ കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ആർട്ട് എക്സിബിഷൻസ് കാണുമ്പോൾ നമ്മൾ ഒരുമാതിരി ഒരു അത്ഭുതപ്പെടാറുണ്ടല്ലേ. വി സീ ലോട്ട് ഓഫ് ഇൻട്രസ്റ്റിംഗ് തിങ്സ് വിച്ച് ആർ ഓഫ് സർപ്രൈസ്. സോ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്, ആർട്ടിസ്റ്റ് ഇസ് എ പേഴ്സൺ ഹു ഈസ് ആക്ച്വലി ദ കിങ് ഓഫ് ഹിസ് ഓൺ തോട്ട്സ് അല്ലെ. പുള്ളിയുടെ ചിന്തയ്ക്ക് ഒരു അതിരുകളില്ല, ദർ ഇസ് നോ ലിമിറ്റേഷൻ. ഹി ഗോസ് വെരി ക്രേസി. അതേപോലെ പുള്ളിയുടെ തോട്ട്, പുള്ളിയുടെ വികാരങ്ങൾ, പുള്ളിയുടെ ദേഷ്യം, പുള്ളിയുടെ സന്തോഷം, ഓൾ ദി ഇമോഷൻസ് വി ട്രൈ ടു കം ഔട്ട് ഇൻ ടേംസ് ഓഫ് സം ഫിസിക്കൽ ഔട്ട്കം. അത് ചിലപ്പോൾ പെയിന്റിംഗ് ആയിട്ടായിരിക്കാം, ചിലപ്പോൾ സ്കൾപ്ചർ ആയിട്ടായിരിക്കാം, ചിലപ്പോൾ ഇൻസ്റ്റലേഷൻസ് ആയിട്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അത് ഓരോ ആളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണല്ലോ ഓരോ ആർട്ടിസ്റ്റിന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സാധാരണ ഒരു ആർട്ട് എക്സിബിഷൻ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും അവിടെ കാണുന്ന പെയിന്റിങ് അല്ലെങ്കിൽ എക്സിബിറ്റുകൾ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ അന്തം വിടാറുണ്ട് അല്ലെ. എന്താണ് രസമുണ്ടല്ലോ, ഇത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, ദിസ് ഈസ് സംതിങ് വെരി ന്യൂ. സോ ബേസിക്കലി പറയുവാണെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വർക്ക് എപ്പോഴും ഇറ്റ്സ് എ വിഷ്വൽ ട്രീറ്റ് അല്ലെ. നമുക്ക് കണ്ണിന് ഒരു കുളിർമയേകുന്ന ഒരു സംഭവമായിരിക്കും ഒരു ആർട്ടിസ്റ്റിന്റെ ഔട്ട്കം. യെസ്, എന്നാൽ ആർട്ടിസ്റ്റ് ഉണ്ടാക്കുന്ന എല്ലാ സാധനവും വിഷ്വലി കാണാൻ കൊള്ളാം, ഫങ്ഷണലി യൂസ്ഫുൾ ആയിരിക്കും നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ആർട്ടിസ്റ്റ് ഒരു ചെയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ പോയി ഇരുന്നാൽ ചിലപ്പോൾ നമ്മൾ ഉരുണ്ട് വീഴും. കാരണം അത് ഫങ്ഷണലി ഒരു ഫെയിലിയർ ആയിരിക്കും. കാണാൻ മനോഹരമായിരിക്കും അല്ലെ, പക്ഷെ ഫങ്ഷണലി അതൊരു ഫെയിലിയർ ആയിരിക്കും. എന്നാൽ നമുക്കൊരു എഞ്ചിനീയറിനെ പറ്റി ഒന്ന് ആലോചിക്കാം. Now when you come to an engineer, he is the extreme opposite of an artist. ഒരു എഞ്ചിനീയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പുള്ളി ഇപ്പോൾ ഒരു എഞ്ചിനീയർ ഒരു ഫർണിച്ചർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പുള്ളിയെ സംബന്ധിച്ച് പുള്ളി ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മെറ്റീരിയൽ വെച്ചുണ്ടാക്കണം, തടി വേണോ, പ്ലാസ്റ്റിക് വേണോ, മെറ്റൽ വേണോ, എത്രമാത്രം വെയിറ്റ് ആണ് അതിൽ വരാൻ പോകുന്നത്, 60 കിലോയോ 90 കിലോയോ 100 കിലോയോ, എങ്ങനെ ഞാനത് അസംബിൾ ചെയ്യണം.
ഇങ്ങനത്തെ കുറെ ടെക്നിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും പുള്ളിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ അല്ലെ. അതുകൊണ്ട് തന്നെ പുള്ളി ഉണ്ടാക്കുന്ന ഒരു ഫൈനൽ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഫങ്ഷനലി 100% സാറ്റിസ്ഫൈ ചെയ്യും അല്ലെ. ഇരിക്കുക എന്നുള്ള ഒരു ബേസിക് നെസസിറ്റി വളരെ മനോഹരമായി സാറ്റിസ്ഫൈ ചെയ്യും. എന്നാൽ കാണാൻ അത് ചിലപ്പോൾ പോരായിരിക്കാം അല്ലെ. ഇറ്റ് മൈറ്റ് നോട്ട് ബി ദാറ്റ് ഗുഡ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് വിഷ്വൽ. എന്നാൽ ആ ചെയർ നമ്മൾക്ക് പലപ്പോഴും ഒരു കസേര വേണ്ടത് നമ്മൾ യൂസ് ചെയ്യുന്ന സറൗണ്ടിങ്സിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും. നമുക്ക് വേണ്ടത് ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ്, ഒരു അപ്പാർട്ട്മെന്റിലാണെങ്കിൽ അതിന് ചേർന്ന ഒരു കസേര വേണം. യു ആർ ഗോയിങ് ടു യൂസ് എ ചെയർ ഇൻ എ റോയൽ സ്പേസ് അല്ലെ. അവിടെ വേണ്ട ചെയർ അതിൻ്റെതായ ഒരു ആട്രിബ്യൂട്ട് വേണം. യു ആർ വാണ്ടിങ് എ ചെയർ വിച്ച് ഇസ് ഗോയിങ് ഇൻ ടു എ ലോഞ്ച്. എയർപോർട്ടിൽ ഒരു ലക്ഷറി ലോഞ്ചിലാണ് വേണമെങ്കിൽ അവിടുത്തെ സിനാരിയോനെ സാറ്റിസ്ഫൈ ചെയ്യണം. ഒരു തീം ബേസ്ഡ് ഹോട്ടൽ അല്ലെങ്കിൽ ഒരു ബാർ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റിൽ ഒരു ചെയർ വേണമെങ്കിൽ ആ തീമിന് സാറ്റിസ്ഫൈ ചെയ്യണം. ഈ ഒരു എഞ്ചിനീയർ വളരെ ബേസിക് ആയിട്ട് ചെയ്യുന്ന ഒരു ചെയറിന് ചിലപ്പോൾ ഈ റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്തെന്ന് വരില്ല. യെസ്, നൗ ദിസ് ഈസ് എക്സാക്ട്ലി ദ പ്ലേസ് വേർ എ ഡിസൈനർ കംസ് ഇൻ ടു പിക്ചർ. അല്ലെങ്കിൽ ഇവിടെയാണ് ഡിസൈനർ എന്നുള്ളൊരു ഗ്രൂപ്പിന് അല്ലെ ഡിസൈൻ എന്നുള്ളൊരു ടേമിന്റെ പ്രാധാന്യം വരുന്നത്. ആ ഡിസൈനർ അണ്ടർസ്റ്റാൻഡ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എൻ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ എസ്തെറ്റിക്സിന്റെ ഇമോഷന്റെ ഒക്കെ പ്രാധാന്യം മനസ്സിലാക്കുന്നു. ഒരു സാധനം നമ്മൾ മാർക്കറ്റ് ചെയ്യണം, അതിന്റെ ഒരു പ്രൊഡക്റ്റിന് വാല്യൂ ഉണ്ടാകണം, ആൾക്കാർക്ക് ഇഷ്ടം തോന്നണമെങ്കിൽ അത് അവരുമായിട്ട് ഒരു ഇമോഷണൽ കണക്ട് ഉണ്ടാക്കാൻ പറ്റണം, അത് കാണാൻ ഒരു രസം വേണം. എന്നാൽ അതിലുപരി അത് അതിന്റെ പ്രൈമറി ആയിട്ടുള്ള പ്രവർത്തനം കസേര ഇരിക്കാൻ കൊള്ളില്ലെങ്കിൽ എത്ര മനോഹരമായിട്ടും കാര്യമില്ല, റൈറ്റ്? അപ്പോ ഹി അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എസ്തെറ്റിക്സ്, ഹി ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എഞ്ചിനീയറിംഗ്. ഇത് രണ്ടും കൾമിനേറ്റ് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ആ ഡിസൈനർ. സോ ബേസിക്കലി ഡിസൈനർ ഇസ് എ പേഴ്സൺ ഹു combines aesthetics and functionality and creates it using a drawing or a plan അല്ലെ. അപ്പം ഏത് തരം ഡിസൈനും ആയിക്കോട്ടെ, അത് ചിലപ്പോൾ ഫാഷൻ ഡിസൈൻ ആയിരിക്കും, ഒരു ഡ്രസ് ഡിസൈൻ ചെയ്യുന്ന ആളായിരിക്കും, ഒരു വാച്ച് ഡിസൈൻ ചെയ്യുന്ന ഒരാളായിരിക്കും, കാർ ഡിസൈൻ ചെയ്യുന്ന ഒരാളായിരിക്കും, ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ അതിന്റെ ഇന്റീരിയർ സ്പേസോ ഡിസൈൻ ചെയ്യുന്ന ഒരാളായിരിക്കും, എന്തുമായിക്കോട്ടെ. അപ്പൊ അതിന്റെ സൗന്ദര്യവും അത് എങ്ങനെ കണ്ടാൽ എങ്ങനെ തോന്നണം, അതിന്റെ ഫങ്ഷണാലിറ്റി എങ്ങനെയായിരിക്കണം, ഇത് രണ്ടും കൂടെ മനോഹരമായി യോജിപ്പിച്ച് ചേർക്കാൻ പറ്റുന്ന ഒരാളാണ് ഒരു ഡിസൈനർ. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഒരു ഡിസൈനർ ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഫങ്ഷണാലിറ്റിയും എസ്തെറ്റിക്സും മാത്രമല്ല നോക്കുന്നത്, അല്ലെങ്കിൽ ഹൂ ഇസ് ദ കൺസ്യൂമർ, ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ പുള്ളി മനസ്സിലാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിക്ക് വേണ്ടി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതൊരു കുട്ടിയാണ്, അവന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളറുകൾ കൊടുക്കണം, അവന് ഒരു തരത്തിലുള്ള ഫിസിക്കൽ ഇഞ്ചുറീസും ഉണ്ടാക്കാത്ത രീതിയിലുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. ഒരു മുതിർന്ന ആൾക്ക് ഉണ്ടാക്കുമ്പോൾ അതിന്റെ കളറിന്റെ പരിമിതികൾ ഉണ്ടാവും. ഒരു മുതിർന്ന ആൾ ഇടുന്ന ഒരു ഷർട്ടല്ല ഒരു കുട്ടി ഇടുന്നത് അല്ലെ. പുള്ളിക്ക് ഒരു പ്രായമായ ഒരാൾക്ക് വേണ്ട കളർ പാലറ്റ് വേറെ. അതേപോലെ ജെൻഡർ, അത് ആണിനാണോ പെണ്ണിനാണോ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തത്, അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊഡക്റ്റുകൾക്ക് വേരിയേഷൻസ് വരാം. കൾച്ചർ, ഏത് കൾച്ചറിലുള്ളവർക്ക് വേണ്ടിയാണ് ഒരു സാധനം ഡിസൈൻ ചെയ്തത്, ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സാരി, അത് എല്ലാ നാട്ടിലും ചിലപ്പോൾ ഫങ്ഷണലി സക്സസ്ഫുൾ ആകണമെന്നില്ല അല്ലെ. അതേപോലെ തന്നെ കൾച്ചർ എന്ന് പറഞ്ഞ പോലെ തന്നെ ജോഗ്രഫി. ഇപ്പോൾ യൂറോപ്പിലുള്ള ഒരു അറ്റയർ ചിലപ്പോ സൗത്ത് ഈസ്റ്റ് ഏഷ്യ അല്ലെ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിൽ വർക്ക്ഔട്ട് ആവില്ല, ക്ലൈമറ്റിന് ഡ്രാസ്റ്റിക് ആയിട്ട് വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് എല്ലാം മനസ്സിലാക്കി അതിന്റെ ഫങ്ഷണാലിറ്റിയും അതിന്റെ എസ്തെറ്റിക്സും കമ്പൈൻ ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഒരു ഡിസൈനർ. നമ്മൾ കുറെ ഒരു 10-20 വർഷം മുൻപോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് പറയാൻ പറ്റില്ല ഓൾ ദ തിങ്സ്, അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ പ്രൊഡക്റ്റും പ്രോപ്പർലി ഡിസൈൻഡ് എന്ന് പറയാൻ പറ്റില്ല. റാദർ വി കുഡ് സേ ഇറ്റ് ഇസ് ജസ്റ്റ് എഞ്ചിനീയർ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതൊരു പ്രൊഡക്റ്റ് എടുത്തോട്ടെ, അതിപ്പോ നമ്മുടെ കാർ ആയാലും കൊള്ളാം, നമ്മുടെ ബിൽഡിംഗ് ആയാലും കൊള്ളാം, നമ്മുടെ ഡേ ടു ഡേ ലൈഫ് യൂസ് ചെയ്യുന്ന ഏതൊരു പ്രൊഡക്റ്റും അതിന്റെ ഫങ്ഷണാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും. ഇക്കാലത്ത് അങ്ങനെയല്ല. ഏതൊരു ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അത് പേന തൊട്ട് പെൻസിൽ തൊട്ട് നമ്മുടെ ഡ്രസ്സ്, ബിൽഡിംഗ്, എന്ത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ആണെങ്കിലും ഉണ്ടാക്കുന്ന കമ്പനി ആണെങ്കിലും അവർ അതിന്റെ എസ്തെറ്റിക്സ് അല്ലെങ്കിൽ അതിന്റെ സൗന്ദര്യത്തിന് ഒരു പ്രധാന പങ്ക് കൊടുക്കുന്നവരാണ് അല്ലെ. സോ ഡിസൈനേഴ്സ് ആർ ഓഫ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ്, അത് നമ്മൾ മനസ്സിലാക്കും ത്രൂ ഔട്ട് എവറി ഇൻഡസ്ട്രി. സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വി ആർ ഓൾ സറൗണ്ടഡ് ബൈ ഡിസൈൻ. ലെറ്റ് ഇറ്റ് ബി ഓൺ ദ മൊബൈൽ ആപ്ലിക്കേഷൻ. നിങ്ങളൊരു മൊബൈലിൽ നിങ്ങളൊരു വെബ് ആപ്ലിക്കേഷനിൽ കയറിക്കോ, യു ആർ ബുക്കിംഗ്, എന്താ പറയുക, സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ ബുക്ക് ചെയ്യാണ്, ഫുഡ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഓർഡർ ചെയ്യാണ്. ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ തന്നെ നമുക്ക് വിശപ്പ് തോന്നും അല്ലേ. ദേ ആർ ആക്ച്വലി നമ്മൾക്ക് നല്ല ഇമേജറീസ് കാണിച്ച് നമ്മളുടെ ടു ബൈ ഫുഡ്. അതേപോലെ ഒരു കുട്ടികളുടെ ഒരു എന്താ പറയുക ഓൺലൈൻ ഈ ആപ്ലിക്കേഷനാണ്, ഈ എഡ്യൂക്കേഷനുള്ള ആപ്ലിക്കേഷനാണ്. അതിൽ ആ വെബ്സൈറ്റിൽ കയറുമ്പോൾ അത് കുട്ടികളുടെ ഇമോഷൻ തോന്നണം, അവർക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ, അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങൾ, അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കണ്ടന്റുകൾ. അതേസമയം ഒരു മുതിർന്ന ആൾക്കാരുള്ള ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റുകൾ റിലേറ്റീവ്ലി വലുതായിരിക്കും. കാരണം എന്താ, അവർക്ക് ചിലപ്പോൾ പ്രായമാകുമ്പോൾ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അവർക്കും അവരെയും സാറ്റിസ്ഫൈ. അപ്പം ഫങ്ഷണാലിറ്റി മനസ്സിലാക്കുന്നു, ഒരു കുട്ടിയുടെ ഇമോഷനും മനസ്സിലാക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഒരു ഡിസൈനർ അതിന്റെ പിന്നിൽ കളിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുമുള്ള പാക്കേജിങ്,
നമ്മുടെ ഫുഡ് പാക്കേജിങ്, നമ്മുടെ സോപ്പിന്റെ പാക്കേജ്, അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് പ്രൊഡക്ട്സ്, നമ്മുടെ ഡ്രിങ്ക്സുകളുടെ പാക്കേജ്. ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോഴും അതൊരു പാക്കേജിങ്ങിലാണ് വരുന്നത്. നമ്മൾ ഷോപ്പിൽ വാങ്ങാൻ നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മളെ മാടി വിളിക്കുകയാണ്, വന്ന് എന്നെ എടുക്കും അല്ലെ. നമ്മൾ ആവശ്യമില്ലെങ്കിൽ പോലും പല സാധനങ്ങളും നമ്മൾ പോയി വെറുതെ എടുത്തു നോക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? അതിന്റെ പാക്കേജിങ് അത്ര മനോഹരമാണല്ലേ. ദ ഗ്രാഫിക്സ് ഈസ് സോ ഇൻട്രസ്റ്റിംഗ്. വി ആർ ബീങ് കോൾഡ് അപ്പോൺ ആൻഡ് ജസ്റ്റ് വാണ്ട് ടു ലുക്ക് അറ്റ് വാട്ട് എക്സാക്ട്ലി ദാറ്റ് ഇസ്. ഹൂ ഇസ് ദ പേഴ്സൺ ഇൻസൈഡ്? അപ്പോൾ പലപ്പോഴും ഇങ്ങനെയാണ് പ്രൊഡക്റ്റുകൾ നമ്മളെ കൊണ്ട് നമ്മൾ വാങ്ങുന്നത്. അതിന്റെ എസ്തെറ്റിക്, അതിന്റെ സൗന്ദര്യം മനസ്സിലാക്കിയാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ ആരാണ് വർക്ക് ചെയ്യുന്നത്? ദെയർ ഈസ് എ ഡിസൈനർ. നമ്മൾ ഇടുന്ന ഡ്രസ്സുകൾ ഓരോരുത്തരുടെ മൂഡും ഓരോരുത്തരുടെ റിക്വയർമെന്റും അനുസരിച്ചാണല്ലോ. നമ്മൾ ഒരു പാർട്ടിക്ക് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സല്ല ഒരു ഫാഷൻ, എന്താ ഒരു ഫോർമൽ ആയ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഇടുന്നത്, ഒരു വെഡിങ് ഇവന്റിന് പോകുമ്പോൾ ഇടുന്നത്, ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ ഇടുന്നത്, ഇതിനെല്ലാം. അല്ലെങ്കിൽ ഒരു ട്രെക്കിങ്ങിന്, ഞാൻ ഒരു ഔട്ട്ഡോർ ട്രെക്കിങ്ങിന് ഫ്രണ്ട്സുമായിട്ട് പോവുകയാണ്, അപ്പൊ ഇടുന്ന ഡ്രസ്സ് ഞാൻ ഇതല്ല. അപ്പൊ നമ്മളുടെ സിനാരിയോ, നമ്മളുടെ സിറ്റുവേഷനും ഒക്കെ മനസ്സിലാക്കി നമുക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് റെഡിലി അവൈലബിൾ ആക്കുന്നു. ആരാണ്? യെസ്, ദർ ഇസ് എ ഡിസൈനർ ബിഹൈൻഡ്. ദ വെഹിക്കിൾസ് വിച്ച് യു ഹാവ്, നിങ്ങളുടെ വീട്ടിലുള്ള കാറ് അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ, ഇതിൽ ഒരു എഞ്ചിനും 4 വീലും വെച്ചാൽ ഒരു കാറാവും. ഒരു സ്ട്രക്ചർ പുറമെ ഉണ്ടാക്കിയാൽ ഒരു ഓടുന്ന വെഹിക്കിളായി. പക്ഷെ അത് മതിയോ? ഇപ്പോഴത്തെ ഒരു കാർ നോക്കിയാൽ നമ്മുടെ പേഴ്സണാലിറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വെഹിക്കിൾ ആണ് അല്ലേ. ഞാനൊരു അഡ്വഞ്ചർ താല്പര്യപ്പെടുന്ന ഒരാളാണ്. യെസ്, നിങ്ങൾക്ക് വേണ്ടി SUVs അവൈലബിൾ ആണ്. ഞാനൊരു യൂത്ത് ആയിട്ടുള്ള ഒരു യങ് ഗൈ ആണ്. എനിക്ക് എല്ലാവരുടെ മുമ്പിൽ ചെത്തി നടക്കണം. നിങ്ങൾക്ക് പറ്റിയ മോട്ടോർ സൈക്കിൾ അവൈലബിൾ ആണ്. ഐ എം എ ബിസിനസ് മാഗ്നറ്റ്. എന്റെ കയ്യിൽ ഒത്തിരി പൈസ ഉണ്ട്. ഐ വിൽ ലീവ് എ ലക്ഷറി ലൈഫ്. യെസ്, നിങ്ങൾക്ക് പറ്റിയ ലക്ഷറി കാർസ് അവൈലബിൾ ആണ്. സോ ബേസിക്കലി നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിയിൽ റിഫ്ലക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിനൊക്കെ പിന്നിൽ ആരാണ് വർക്ക് ചെയ്യുന്നത്? യെസ്, ഇറ്റ് ഇസ് എ ഡിസൈനർ. ഓക്കെ, ഇത് എങ്ങനെ ഇരിക്കണം, അവരുടെ പേഴ്സണാലിറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാകണം, ഇതെല്ലാം ഡിസൈൻ ചെയ്യുന്നത് ഒരു ഡിസൈനറാണ്. നമ്മളൊരു സിനിമ കാണാൻ പോവാണ്. അതിന് മുമ്പായിട്ടും പലപ്പോഴും നമ്മുടെ പോസ്റ്ററുകൾ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് പോകുന്നല്ലേ. ഇപ്പൊ പല പോസ്റ്ററുകളും കാണുമ്പോൾ വിഷ്വൽസ് ആർ സോ ഇൻട്രസ്റ്റിംഗ് അല്ലേ. നമ്മൾ സിനിമ കാണുന്നതിന് മുമ്പ് നമ്മളെ കോരിത്തരിപ്പിക്കുകയാണ് പോസ്റ്ററുകൾ കാണുമ്പോൾ. എത്ര മനോഹരമായിട്ട് ഇത് ഗ്രാഫിക്സ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ പുറകിലൊക്കെ വർക്ക് ചെയ്യുന്നത് ഒരു ഡിസൈനറാണ്. maybe you have seen animated movies. അതിലുള്ള ക്യാരക്ടേഴ്സ്, എങ്ങനെ ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്യണം, അയാൾക്ക് എന്ത് ആട്രിബ്യൂട്ടുകൾ വേണം, അയാളുടെ ഫിസിക്കൽ മൂവ്മെന്റ്സ് എന്തൊക്കെയാണ്, എക്സ്പ്രഷൻസ് എന്തൊക്കെയാണ്, പുള്ളിക്ക് എന്ത് വേഷധാരണം കൊടുക്കണം, ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? യെസ്, ദീസ് ആർ ഓൾ ഡിസൈനേഴ്സ്. But design is there everywhere. ഏത് ഭാഗത്ത് നോക്കിയാലും, let it be from the very small basic, ഒരു നെയിൽ കട്ടർ അല്ലെങ്കിൽ ഒരു സൂചി തൊട്ട് ഒരു ഹ്യൂജ് ആർക്കിടെക്ചർ സ്പേസ് വരെ, they are all basically done by a designer. So being said that, let's try to understand what are the advantages of design education. എന്തിനാണ് നമ്മൾ ഡിസൈൻ എഡ്യൂക്കേഷൻ എടുക്കേണ്ടത്? What are the biggest advantage of going for this? ഒന്നാമത്തെ കാര്യം, ഇപ്പോ നമ്മളൊരു ജനറൽ സിനാരിയോ നോക്കുകയാണെങ്കിൽ കൂടുതലും കുട്ടികൾ പോകുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ മെഡിക്കൽ ആയിരിക്കും, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ MBA ആയിരിക്കും അല്ലെ. വളരെ ഇറ്റ്സ് എ ക്ലീഷേ, വി ഓൾ നോ ദാറ്റ്. എന്നാൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒത്തിരി അധികം കുട്ടികൾ എഞ്ചിനീയറിംഗ് പോകുന്നവരാണെങ്കിലും മെഡിക്കലിൽ പോകുന്നവരായിരിക്കും നല്ല രീതിയിൽ ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ, നല്ല പടം വരയ്ക്കാൻ കഴിവുള്ള, നല്ല പ്രൊഡക്റ്റുകൾ നിർമ്മിക്കാൻ കഴിയുന്ന, പല പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും. പക്ഷെ എന്താ സോഷ്യൽ സ്റ്റാറ്റസ്, അവർക്ക് വേണ്ട ഒരു സോഷ്യൽ സ്റ്റാറ്റസ്, അവരുടെ ആ ഒരു റിക്വയർമെന്റ് കാരണം പലപ്പോഴും അവർ ഡോക്ടറോ എഞ്ചിനീയറോ ആകാൻ ഫോഴ്സ്ഡ് ആകുവാണ്. സോ ദേ പ്രോബ്ലി ഡോണ്ട് പെർഫോം റിയലി ഗ്രേറ്റ്. സോ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് യു ആർ ഹാവിങ് എ വെരി കളർഫുൾ ബ്രെയിൻ, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റും, നല്ല ഇൻട്രസ്റ്റിംഗ് ഇലസ്ട്രേഷൻസ് ചെയ്യാൻ കഴിവുള്ള ആളാണ്, കൈകൊണ്ട് പല കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ കഴിവുള്ളവരാണ്. എന്തുകൊണ്ട് why don't you use yourself to create interesting things around? Yes, you can be a designer. സോ അതുകൊണ്ട് തന്നെ തിങ്സ് യു ലവ് ഈക്വൽ യുവർ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് വളരെയധികം താല്പര്യമുള്ള ഒരു കാര്യം നിങ്ങളുടെ ജോലിയായി മാറിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഡിസൈൻ. ഫ്രീഡം ടു ചൂസ് സ്പെഷ്യാലിറ്റി. ഇപ്പൊ ചിലർക്ക് ചെറുപ്പം തൊട്ടേ എന്താ പറയുക, കാറുകളോട് താല്പര്യം ഉണ്ടാവും. കുഞ്ഞുകാലം തൊട്ട് കാറ്, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് വളരെ കോമൺ ആയിട്ട് കാറിനോട് ഇഷ്ടമുണ്ടാകാം. ഓക്കെ, ചിലവർക്ക് ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഡിസൈൻ, വർക്കിംഗ് വിത്ത് ഫാഷൻ ഡ്രസ്സ് ഉണ്ടാക്കുക, സ്റ്റിച്ച് ചെയ്ത് സാധനങ്ങൾ ഉണ്ടാക്കുക, ആക്സസറീസ് ഉണ്ടാക്കുക. some of them are interested in illustration, നല്ല പടം വരയ്ക്കാൻ ഇഷ്ടമുള്ളത്. ചിലർക്ക് മൂവി ഷൂട്ട് ചെയ്യാനും ഫിലിം റെക്കോർഡ് ചെയ്യാനും ഫോട്ടോഗ്രാഫിയും താല്പര്യമുണ്ട്. നിങ്ങൾക്കെല്ലാം there are lot of wide options available out there. എന്നാൽ ഈ കാര്യങ്ങളൊന്നും ഒരു 10 കൊല്ലം മുമ്പ് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ അത്ര കോമൺ അല്ലായിരുന്നു. ബട്ട് യു ആർ വാണ്ടഡ് നൗ. നിങ്ങളെ പോലുള്ളവരെ ഇപ്പോൾ വളരെയധികം ആവശ്യമാണ്. യെസ്, യു ആർ നീഡഡ്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് ഐഡിയ. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റിലുമുള്ള ഓരോ പ്രൊഡക്റ്റുകളും ഉണ്ടല്ലോ, ദാറ്റ് ഇസ് സംബഡീസ് എക്സ്പ്രഷൻ ഓർ സംബഡീസ് ഐഡിയ. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മൗസ് അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന എന്റെ പേന, അത് അങ്ങനെ ഇരിക്കണം എന്ന് ആരോ ഒരാൾ മനസ്സിൽ ഒരു ദിവസം കണ്ട് അയാളതൊരു ഇലസ്ട്രേഷൻ ചെയ്തതാണ് ഫൈനൽ നമ്മുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ആയിട്ടിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ നാളെ നിങ്ങളുടെ ഒരു ഐഡിയ ആയിരിക്കും ഞങ്ങൾ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. The next part is your design is very moldable. ഞാൻ പറഞ്ഞല്ലോ ഡിസൈൻ്റെ എല്ലാം തന്നെ കോർ ഒന്നാണ്. ഇറ്റ് ഇസ് ബേസിക്കലി ടു അണ്ടർസ്റ്റാൻഡ് എസ്തെറ്റിക്സ്. ആർട്സിനെ നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റണം, ഫങ്ഷണാലിറ്റിനെ റെസ്പെക്ട് ചെയ്യാൻ പറ്റണം. ഇതാണ് ബേസിക്കലി കോർ. അപ്പൊ നിങ്ങൾ ഏതൊരു ഡിസൈൻ എഡ്യൂക്കേഷൻ എടുത്താലും നിങ്ങളുടെ ആദ്യത്തെ ഒരു 4 വർഷത്തിന്റെ അടുത്ത് ആദ്യത്തെ 2 വർഷം അവർ ബേസിക്കലി നോക്കുന്നത് നിങ്ങൾക്കൊരു ഡിസൈൻ തിങ്കിങ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈവൻ ആഫ്റ്റർ യു ഡൺ വിത്ത് യുവർ ബാച്ചിലേഴ്സ് യു ആർ വെരി മൗൾഡബിൾ. നിങ്ങൾക്ക് കാർ ഡിസൈനർ ആകാം, നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനർ ആകാം, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഡിസൈനറും ആകാം. വെരി മൗൾഡബിൾ ഇൻ ടേംസ് ഓഫ് ഡിസൈൻ കരിയർ. രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റീസ്. കുറെ നാളുകൾക്ക് മുമ്പ് വരെ ഡിസൈൻ വാസ് വെരി ന്യൂ തിങ് ഇൻ ഇന്ത്യ. എന്നാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കൂ, ഹൗ മെനി ഡിസൈൻ കോളേജസ് ആർ കമ്മിങ് അപ്പ് വിത്തിൻ ഇന്ത്യ. എത്ര പ്രൈവറ്റ് കോളേജസ് ആർ റീസെന്റ് ഹാസ് ബീൻ സ്റ്റാർട്ടിംഗ്. ദർ ആർ ലോട്ട് ഓഫ് ഡിസൈൻ കോളേജസ് കമ്മിങ് അപ്പ്. What does that simply means? There is a lot of possibility of design within India. Okay. അപ്പോൾ പഴയ കാലത്ത് നമ്മൾ ഡിസൈൻ അറിയാവുന്നവർ ഇതിനെപ്പറ്റി കേട്ട് പരിചയമുള്ളവർ പലപ്പോഴും പുറത്ത് ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ആണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. There are a lot of interesting courses and colleges available in our country with very good faculties capable of giving interesting design insights. And freelancing. ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾ ഡിസൈൻ പഠിച്ചതിന് ശേഷം ഒരു ജോലി ഒരു MNCന്റെ കീഴിൽ വർക്ക് ചെയ്യണം. ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാം. You can sit at your house. You can roam the world yet earn a very good salary. Nallor interesting. I know many of my friends who does this. These are some of the basic advantage if you go for pursuing a design education. കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ഡിസൈനിനെ പറ്റി അറിയാം. എന്താണ് ഡിസൈനിന്റെ ഒരു കറന്റ് സ്റ്റാറ്റസ് ഇന്ത്യയിൽ in terms of education? So if you look at design in India, it started off somewhere around 1961. NID ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിസൈൻ basically കൊണ്ടുവന്നത്. It was started in 1961 in Gujarat. Okay, and still it is one of the most prestigious institution which is of national importance, providing prime design education in our country. അത് പറഞ്ഞാൽ 60 വർഷം മുമ്പാണ്. അന്നെന്ന് പറയുന്ന ഡിസൈൻ വളരെ ചെറിയൊരു നീഷ് ഏരിയ ആണ്. വളരെ കുറച്ച് പരിമിതമായ 1000-ൽ അല്ലെങ്കിൽ 1,00,000-ൽ ഒരാൾക്ക് മാത്രമേ ഡിസൈൻ എഡ്യൂക്കേഷനെ പറ്റി അറിയുള്ളൂ. എന്നാൽ ഇന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ല. ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ റിയലി അവെയർ ഓഫ് ഡിസൈൻ. എല്ലാവർക്കും അറിയാം. അതേപോലെ എല്ലാ ഇൻഡസ്ട്രിയിലും ഡിസൈനറിന് ആവശ്യമുണ്ട് അല്ലേ? സോ ഇഫ് യു ആർ പ്ലാനിങ് ഫോർ ഡിസൈൻ എഡ്യൂക്കേഷൻ, yes, there are majorly 3 prime institutes. I am majorly talking about the major institutes in India which are of national importance. ഈ ഏതെങ്കിലും 3 prime institutes നിങ്ങൾ ഡിസൈൻ പഠിച്ചാൽ that would be the best. ഇത് more than that, there are a lot more private institutes which are also providing design education. അപ്പം മേജർ ആയിട്ടും NID, IITs and National Institute of Fashion Technology, Nift. ഇനി NIDയിൽ നമ്മൾ B.Des നോക്കുകയാണെങ്കിൽ മേജർലി ഓരോ ബാച്ചിലർ കോഴ്സുകളും വളരെയധികം സ്ട്രീം സ്പെസിഫിക് ആണ്. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഡിസൈൻ ആണോ താല്പര്യം? യെസ്, പ്രൊഡക്റ്റ് ഡിസൈനിന് വേണ്ടി തന്നെ സ്പെസിഫിക് ആയിട്ട് B.Des ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഗ്രാഫിക് ഡിസൈൻ ആണോ? ഗ്രാഫിക് ഡിസൈൻ തന്നെയായിട്ട് സ്പെസിഫിക് കോഴ്സ് ഉണ്ട്. യെസ്, യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഫിലിം ഡിസൈൻ, നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് കോഴ്സ് ഉണ്ട്. സോ ആ ഫാഷൻ ഡിസൈൻ ആണോ താല്പര്യം? യെസ്, യു ഹാവ് കോഴ്സ് സ്പെസിഫിക് ടു ദാറ്റ്. നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ചൂസ് ചെയ്ത് യു ക്യാൻ വെരി സ്പെസിഫിക്കലി അലൈൻ ഇൻ NID. When you go to IIT, the scenario is slightly different, but still the education given is of high standards. അവിടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡിസൈൻ സ്ട്രീമുകളും വിത്തിൻ ദ 4 year ഇറ്റ്സ് ഓൾ കമ്പൈൻഡ് ടുഗദർ. എല്ലാം ഒരുമിച്ചാണ് 4 വർഷം തൊട്ട് നമ്മൾക്ക് തരുന്നത്. ബേസിക്കലി ദ കണ്ടന്റ് അവിടെ മേജറായിട്ട് നോക്കുന്ന 2 ടോപ്പിക് ഏരിയാസ് ആണ്, കമ്മ്യൂണിക്കേഷൻ ഡിസൈനും ഇൻഡസ്ട്രിയൽ ഡിസൈനും. ഈ 2 ടോപ്പിക്കിന്റെ കണ്ടന്റുകളാണ് നമ്മൾ 4 വർഷം കൊണ്ട് അവിടെ പഠിക്കുന്നത്. നമ്മളുടെ ഇഷ്ടാനുസരണം ടുവേർഡ്സ് ദി എൻഡ് നമുക്കൊരു ഇന്റേൺഷിപ്പോ സ്വന്തമായ ഒരു പ്രോജക്ട് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ പോയിട്ട് വർക്ക് ചെയ്ത് തിസിസ് ആയിട്ട് അവിടെ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് IITs. ആൻഡ് കമ്മിങ് ടു Nift. Nift എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇറ്റ് ഈസ് വെരി സ്പെസിഫിക്കലി അസോസിയേറ്റഡ് വിത്ത് ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡിസൈൻ. അപ്പൊ നിങ്ങൾക്ക് ഫാഷൻ ആണ് താല്പര്യം, ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ വുഡ് റെക്കമെൻഡ് ഇസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. സോ ദീസ് ആർ മേജർലി ഏതാണ് പ്രൈം കോളേജസ്. എന്നാൽ നമുക്ക് നോക്കാം വാട്ട് ആർ ദി പ്രൈം കോഴ്സസ് വിച്ച് ആർ അവൈലബിൾ ഇൻ ഇന്ത്യ. There are a lot of design courses which are very specifically പലർക്കും പല ഇഷ്ടങ്ങളാണ്, പല താല്പര്യങ്ങളാണ്. ഓക്കെ, പല അഭിരുചിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് സ്പെസിഫിക് സ്ട്രീമിലേക്ക് പോകാം. യെസ്, യു ക്യാൻ ചൂസ് ഫ്രം എനി ഓഫ് ദം. മേജർലി ഈ കോഴ്സുകളെ നമുക്ക് 3 സ്ട്രീംസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ, സെക്കൻഡ് വൺ ഇസ് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ, ആൻഡ് തേർഡ് വൺ ഇസ് ഫാഷൻ ഡിസൈൻ. എന്താണെന്ന് I'll elaborate on each of them individually. So let's try to understand what is industrial design. Now,
If you are a person, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് you are a person who loves DIY, സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊരു മെഷീൻ തകരാറായി, അതൊന്ന് പോയി അഴിച്ച് ശരിയാക്കാവോ നോക്കട്ടെ. ഒരു സ്വിച്ച് ബൾബ് കേടായി, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് കേടായി, തന്നെ ശരിയാക്കാവോ നോക്കട്ടെ. ഒരു പ്രൊഡക്റ്റ് ഒന്ന് അഴിച്ചു നോക്കാനൊരു താല്പര്യമുള്ള ഒരാളാണ്. പ്രോബ്ലംസ് സ്വന്തമായി സോൾവ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളാണ്. ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, അതിനെപ്പറ്റി സങ്കല്പിച്ചിരിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് സ്വന്തമായി പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനും ക്രാഫ്റ്റ് ചെയ്യാനും കൈ ചീത്തയാക്കാനും അല്ലെങ്കിൽ ഡേർട്ടി ആക്കാനും ഒക്കെ താല്പര്യമുള്ള ഒരാളാണ്. യെസ്, ദിസ് ഇസ് ദ റൈറ്റ് കോഴ്സ് ഫോർ യു. ഇൻഡസ്ട്രിയൽ ഡിസൈൻ. ഇതിൻ്റെ അകത്ത് മേജറായിട്ടും വരുന്ന സബ് കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഡിസൈൻ, ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ഡിസൈൻ, സെറാമിക് ആൻഡ് ഗ്ലാസ്വെയർ ഡിസൈൻ. എന്നാൽ എന്താണ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ ഞാൻ ഇതുവരെയും പറഞ്ഞില്ല. ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറയുന്ന ടേമിന്റെ പ്രയോഗം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് മേജർലി ബിക്കോസ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഡിസൈൻ ചെയ്യുന്നത് ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ്. ജസ്റ്റ് നോട്ട് ദാറ്റ് യുവർ മാസ്, എന്താ പറയുക, അതിന്റെ ഫംഗ്ഷനാലിറ്റിയും എസ്തെറ്റിക്സും ഉപരി ഇത് മാസ് മാനുഫാക്ചർ ചെയ്യണം. എന്റെ മൊബൈൽ ഫോൺ ലക്ഷക്കണക്കിന് ഉണ്ടാക്കണമല്ലോ. ഐ നീഡ് ടു ഗിവ് ഇറ്റ് എ ലോട്ട് ഓഫ് യു പീപ്പിൾ. If I'm producing a thing, I need to mass manufacture. അതിന്റെ എന്തൊക്കെ ശാസ്ത്രീയ വശങ്ങൾ നോക്കണം. And when you come to very specifically product design, how to go about the aesthetics, ആ പ്രോഡക്റ്റ് എങ്ങനെ കാണാൻ വേണം. ഒരു കുട്ടിക്കുള്ള ഒരു കളിപ്പാട്ടം അത് എങ്ങനെ ഇരിക്കണം, ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂത്ത് പേസ്റ്റിന്റെ ട്യൂബ് അത് എങ്ങനെ ഓപ്പൺ ആകണം, അല്ലെങ്കിൽ ഒരു ബോട്ടിൽ കുട്ടികൾ തുറക്കാതിരിക്കാൻ അത് എങ്ങനെ അതിന്റെ മെക്കാനിസം ഇൻകോർപ്പറേറ്റ് ചെയ്യാം, എന്റെ ഒരു വീട്ടിലെ ഹോം അപ്ലയൻസ് അത് എങ്ങനെ വർക്ക് ചെയ്യണം, അത് കാണാൻ എങ്ങനെ ഇരിക്കണം, എന്റെ പുതിയൊരു മിക്സർ ഗ്രൈൻഡർ വാങ്ങിച്ചു അതിന്റെ സ്റ്റൈലിംഗ് ഡിസൈൻ എങ്ങനെയാണ്, ഒരു വാഷിംഗ് മെഷീൻ കാണാൻ എങ്ങനെയായിരിക്കണം. ഇതെല്ലാം തന്നെ ഒരു പ്രൊഡക്റ്റ് ഡിസൈനറിന്റെ പിന്നിലുള്ള കരവിരുതാണ്. കമ്മിങ് ടു ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ഡിസൈൻ, ഇറ്റ് ഇസ് വെരി സ്പെസിഫിക്കലി പ്രൊഡക്റ്റ് ഡിസൈൻ റിലേറ്റഡ് ടു ബ്യൂട്ടിഫൈങ് ആൻഡ് ഇന്റീരിയർ. ഒരു ബിൽഡിങ്ങിന്റെ അകം, ഒരു ഇന്റീരിയർ സ്പേസ് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് അവിടെ എങ്ങനെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാം. ബേസിക്കലി അവിടെ വരുന്നത് എന്തൊക്കെയാണ്, ഒരു ഫർണിച്ചർ അല്ലെങ്കിൽ ഇന്റീരിയർ സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സസറീസ്, ഷെൽഫുകൾ, അതേപോലെ അതർ ടെംപ്ലേറ്റ്സ്, അതർ പ്രൊഡക്ട്സ്, ലൈറ്റിംഗ് സൊല്യൂഷൻസ്, ഇതൊക്കെ എങ്ങനെ ഡിസൈൻ ചെയ്യാം, അതിന്റെ ഫംഗ്ഷനാലിറ്റി എങ്ങനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഇതൊക്കെയാണ് ഒരു ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ഡിസൈൻ ചെയ്യാൻ പോകും. Coming to ceramic and glassware design, it is about mass manufacturing of basically obviously containers or vessels or cookeries or crockeries which is related to ceramics and glassware. മാസ് മാനുഫാക്ചർ എങ്ങനെ ചെയ്യാം, അതിൽ എങ്ങനെ കളറിങ് കൊടുക്കാം, എങ്ങനെ അതൊരു ഫങ്ഷണൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റാം, അതെങ്ങനെ കാസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതെങ്ങനെ മൗൾഡ് ചെയ്യാം, അതെങ്ങനെ എന്താ പറയാ ഷേപ്പ് ചെയ്തെടുക്കാം, ഇതൊക്കെ തന്നെയാണ് സെറാമിക് ആൻഡ് ഗ്ലാസ്വെയർ ഡിസൈൻ മേജർ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. Right? Moving on to the next stream, that is communication design. So if you feel you're a person who is interested into telling stories, കഥ പറയാൻ താല്പര്യമുള്ള ഒരാളാണ്. കഥ എന്ന് പറഞ്ഞാൽ ചുമ്മാ കത്തി വെക്കുന്നതല്ല, സ്വന്തമായി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരിക, ഒരു സ്റ്റോറി പറയുക, വളരെ മനോഹരമായിട്ട് ഇലസ്ട്രേഷൻസ് ചെയ്യുക, പടം വരയ്ക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്, വീഡിയോ ഷൂട്ട് ചെയ്യാൻ, ഫോട്ടോഗ്രാഫി എടുക്കാൻ താല്പര്യമുള്ളവരാണ്. സോ യൂസിങ് വിഷ്വൽ മീഡിയം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് ഫുൾ കോഴ്സ് ഫോർ യു. ഇതിൻ്റെ അകത്ത് മേജറായിട്ടും വരുന്ന കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ആനിമേഷൻ ഡിസൈൻ, ഗ്രാഫിക് ഡിസൈൻ, ഫിലിം ആൻഡ് വീഡിയോ ആൻഡ് എക്സിബിഷൻ ഡിസൈൻ. ഗ്രാഫിക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് എടുത്താലും അതിൻ്റെ ഒരു പാക്കേജിങ്ങിന് എങ്ങനെ ഡിസൈൻ വരും. ഞാനൊരു മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോട്ടോർ സൈക്കിളിന്റെ പുറത്തുള്ള കവറിങ്ങിൽ എന്തൊക്കെ സ്റ്റിക്കർ എങ്ങനെ വരണം, അത് എന്ത് ഡീറ്റെയിൽസ് വരണം, ഒരു കാറിന്റെ ഗ്രാഫിക് ഡിസൈൻ എങ്ങനെയായിരിക്കും. ഞാനൊരു പുതിയ ലാപ്ടോപ്പ് മേടിച്ചു, അതിന്റെ പുറകിലുള്ള ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണെങ്കിൽ എൻ്റെ പുറകിലുള്ള ഗ്രാഫിക്സ് എങ്ങനെയായിരിക്കും. ഒരു ഫുഡ് പ്രോഡക്റ്റിന്റെ പാക്കേജിങ് എടുത്തു, അതിന്റെ ഗ്രാഫിക്സ് എങ്ങനെയായിരിക്കണം. ഒരു മാഗസീൻ എടുത്തു, അതിന്റെ ഡീറ്റെയിൽസ്, ഗ്രാഫിക്സ്, അതിന്റെ ടെക്സ്റ്റ് എങ്ങനെയാണ്, എന്ത് കളറാണ്, ആരാണ് നോക്കാൻ പോകുന്നത്, ഇതെല്ലാം മനസ്സിലാക്കി അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഒരാളാണ് ഗ്രാഫിക് ഡിസൈനർ. ഒരു ഫിലിം ആൻഡ് വീഡിയോ ഡിസൈനറിനെ സംബന്ധിച്ച് പലപ്പോഴും ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഫിലിം, അതേപോലെ വീഡിയോസ്, അതേപോലെ ഷോർട്ട് വീഡിയോസ്, അല്ലെങ്കിൽ എന്താ പറയാ മീംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ വളരെയധികം സോഷ്യൽ മീഡിയാസിൽ കാണാറുള്ളതാണ് അല്ലേ. സോ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ആൻഡ് enthusiastic in this field. അപ്പൊ നിങ്ങൾക്ക് സ്ക്രിപ്റ്റിംഗ്, ഡയറക്ഷൻ, സിനിമാറ്റോഗ്രഫി, ഇതിന്റെ ആർട്ട് സൈഡ്, ജസ്റ്റ് ക്യാമറ പിടിക്കാൻ അറിഞ്ഞാൽ മാത്രം പോരാ, അത് എത്ര മനോഹരമായിട്ട് സ്ക്രിപ്റ്റ് നമുക്ക് ഒരു ക്യാപ്ചർ ചെയ്തെടുക്കാം, ഒരു സീൻ, അതിന്റെ കുറച്ച് എസ്തെറ്റിക് സെൻസ് വേണം, കുറച്ച് ആർട്ടിസ്റ്റിക് നോളജ് വേണം. ഇതൊക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ ഫിലിം ആൻഡ് വീഡിയോ ഇസ് ദ റൈറ്റ് കോഴ്സ് ഫോർ യു. Now exhibition design is all about setting up a nice interesting exhibition space. നമ്മൾ പലപ്പോഴായിട്ടും പലതരത്തിലുള്ള എക്സിബിഷൻസ് കാണാൻ പോയിട്ടുണ്ടാവും. ചില ഫുഡ് ഫെസ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഓട്ടോ എക്സ്പോ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് എക്സ്പോ ആയിരിക്കാം. അപ്പൊ ഈ സ്പേസുകളൊക്കെ കാണുമ്പോൾ പലപ്പോഴും നല്ല കൗതുകം തോന്നാറുണ്ടല്ലേ, നല്ല രീതിയിലായിരിക്കും ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്, വളരെ മനോഹരമായി ലൈറ്റ് ചെയ്ത്, ബാക്ക്ഗ്രൗണ്ട് നല്ല കോൺട്രാസ്റ്റിംഗ് മെറ്റീരിയൽസ് കൊടുത്ത്, ഇൻട്രസ്റ്റിംഗ് വേ ഓഫ് നമ്മൾ അതിൻ്റെ അകത്തൂടെ നടക്കേണ്ട രീതി, അതൊക്കെ വളരെ പ്രോപ്പർലി ഒരാൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹാസ് വർക്ക്ഡ് ഓൺ ഇറ്റ്.
Exhibition designers are the one. Okay. Now, if you love those, this is the right option. Animation film design, എനിക്ക് തോന്നുന്നില്ല അതിനെപ്പറ്റി ഞാൻ അധികം പറയണമെന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. പ്രത്യേകിച്ച് animation industry is something everyone loves. Okay, animated characters, animationലൂടെ കഥ പറയാ, characters and illustrate അതിലൂടെ കഥ പറയാ. These are all animation design. So if you love those things, yes, this is the very specific area for you. So this is about communication design. Moving on to the next one, it's about fashion design. Yet again, a course, വളരെ അധികം youngsters പലപ്പോഴും താല്പര്യപ്പെടുന്ന ഒരു സ്ട്രീമാണ് ഫാഷൻ, because it's a very, very fast moving industry. Fast moving അല്ല, fast booming industry. അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ ഒരു പറയുന്ന ടേം ആണല്ലോ ഫാസ്റ്റ് ഫാഷൻ. ഓരോ ദിവസം പുതിയ ടി വിയിൽ അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ ഡ്രസ്സ് പഴയതായല്ലോ എന്ന് നമുക്ക് തോന്നും, ഇന്നലെ വാങ്ങിയതേ ഉള്ളായിരിക്കും. It's so fast moving. So people are always trying to upgrade with new style. So നിങ്ങൾക്ക് അത് താല്പര്യമുള്ള, if you feel you like this, നിങ്ങൾക്ക് ആക്സസറീസ് ഉണ്ടാക്കാൻ, ഫാഷൻ ഡ്രസ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഫാഷൻ ഡിസൈൻ ഇസ് ദ റൈറ്റ് കോഴ്സ് ഫോർ യു. ഇതിനകത്ത് മേജർ ആയിട്ട് വരുന്ന കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഫാഷൻ ഡിസൈൻ, ടെക്സ്റ്റൈൽ ഡിസൈൻ, ലെതർ ആൻഡ് ആക്സസറി ഡിസൈൻ, നിറ്റ്വെയർ ഡിസൈൻ ആൻഡ് ഫാഷൻ കമ്മ്യൂണിക്കേഷൻ. ഈ ഫാഷൻ ഡിസൈനും നിറ്റ്വെയർ ഡിസൈനും മോർലെസ് ഒരു പരിധി വരെ സെയിം ആണ്. ഇറ്റ്സ് അബൌട്ട് ഡിസൈനിങ് ഫാഷൻ അറ്റയർ. നിങ്ങളുടെ അപ്പാരൽ എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, ദ ടോപ്പ് ടു ദ ബോട്ടം എങ്ങനെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യണം. And when it comes to knitwear, it is very specifically winter wear. Winter wear അല്ലെങ്കിൽ knitted cloth സ്പെസിഫിക് ആയിട്ടുള്ളത് കൊണ്ടാണ് knitwear design എന്ന് പറയുന്നത്. Very commonly used in European spaces. Okay. Now coming to textile design, it is very specifically associated with only textile. നമ്മുടെ ഫാബ്രിക് മാത്രമാണ് അവിടെ പ്രാധാന്യം. ഒരു നിർബന്ധവുമില്ല അത് നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടിയുള്ള ഫാബ്രിക് ആണോ. The cloth can be used in an interior space. ഒരു റൂമിന്റെ വാളിൽ ചിലപ്പോൾ ക്ലോത്ത് യൂസ് ചെയ്യാം, ഒരു കാറിന്റെ ഇന്റീരിയർ സ്പേസിൽ ചിലപ്പോൾ ക്ലോത്ത് യൂസ് ചെയ്യാം, അല്ലെ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൽ ചിലപ്പോൾ ക്ലോത്ത് യൂസ് ചെയ്യാം. അപ്പൊ അതിൽ കൊടുക്കേണ്ട കളർ, അതിൽ കൊടുക്കേണ്ട പാറ്റേൺ, അത് എങ്ങനെ ഡൈ ചെയ്യണം, അതിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ടെക്സ്ചർ ഫീൽ ചെയ്യണം. ഇതൊക്കെ എങ്ങനെ കൊണ്ടുവരുന്നു, ഇതൊക്കെ ഒരു ടെക്സ്റ്റൈൽ ഡിസൈനറിന്റെ ഒരു കരവിരുതാണ്. Now moving on to the next one, it is accessory or leather design. When you create accessories, നമ്മുടെ ജ്വല്ലറീസ്, ബാംഗിൾസ് അല്ലെങ്കിൽ നെക്ലേസസ്, any type of ജ്വല്ലറീസ്, അല്ലെങ്കിൽ വാലറ്റ്, ബെൽറ്റ്, ക്ലച്ചസ്, ബാഗ്സ്, ഇതെല്ലാം ഡിസൈൻ ചെയ്യണം ഓരോരുത്തരുടെ മൂഡ് അനുസരിച്ച്. നിങ്ങൾക്ക് വേണ്ടത് ചിലപ്പോൾ ഒരു പാർട്ടിക്ക് പോകാനുള്ള ബാഗ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഫോർമൽ പർപ്പസിന് പോകാനുള്ള ഒരു ബാഗ് ആയിരിക്കും. ഇടേണ്ട ജ്വല്ലറിയും ചിലപ്പോൾ ഫോർമൽ ആയിരിക്കും, ചിലപ്പോൾ പാർട്ടി വെയർ ആയിരിക്കും, ചിലപ്പോൾ വെഡിങ്ങിനായിരിക്കും. ഇതെല്ലാം എങ്ങനെ ഡിസൈൻ ചെയ്യണം, ആ മൂഡ് മനസ്സിലാക്കി അതിന് കറസ്പോണ്ടിങ്ങുള്ള മെറ്റീരിയൽ മനസ്സിലാക്കി എങ്ങനെ ചെയ്യുന്നു. Accessory design and leather design is the course for it. Now coming to fashion communication, is a stream very specifically associated with it can be considered as a combination of fashion design and communication design. നമ്മൾ ഇത്ര മനോഹരമായി ഞാൻ പറഞ്ഞു, ഫാഷൻ ഇസ് എ വെരി ഫാസ്റ്റ് മൂവിങ് ട്രെൻഡ്. അപ്പൊ അതിനെ ആൾക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ പെട്ടെന്ന് പറ്റണം. സോ ഹൗ യു ക്യാൻ ക്യാപ്ചർ ദി കണ്ടന്റ്സ് യു ആർ പ്രിപ്പയർഡ്. പുതിയതായിട്ട് ഉണ്ടാക്കിയ ഡ്രസ്സുകൾ എങ്ങനെ ക്യാപ്ചർ ചെയ്യും, ഫോട്ടോസ് ആയിട്ടും വീഡിയോസ് ആയിട്ടും, അതെങ്ങനെ നിങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്നു. സോ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ്, ഇറ്റ്സ് എ വേ ഓഫ് മാർക്കറ്റിംഗ്. അതിനുവേണ്ടി തന്നെ വർക്ക് ചെയ്യുന്ന ഫാഷൻ ഡിസൈനേഴ്സ് വി ക്യാൻ കൺസിഡർ ദേ ആർ ഫാഷൻ കമ്മ്യൂണിക്കേഷൻ ഡിസൈനേഴ്സ്. So this is the major courses which are available in terms of bachelor's in specifically India. Okay. Coming to the next portion, that is about career opportunity. പലർക്കും എപ്പോഴും അധികം ഒരു ടെൻഷൻ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്താ പറയാ, ഈ കോഴ്സുകളെ പറ്റി അടുത്തറിഞ്ഞു വരുന്നവർക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടെൻഷനാണ് കരിയർ ഓപ്പർച്യൂണിറ്റി. ഇപ്പോ one of the biggest reason why people പലപ്പോഴും എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ അല്ലെങ്കിൽ MBA പോകുന്നതിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഒബ്വിയസ്ലി യു ഹാവ്. പല ആൾക്കാർക്കും there are a lot of people who are interested into arts അല്ലെങ്കിൽ ആർട്ട് അല്ലെങ്കിൽ എസ്തെറ്റിക്സിൽ വളരെ താല്പര്യമുള്ളവരുണ്ട് ചെറുപ്പം തൊട്ട്. എന്നാൽ ഈ ഒരു ഫൈനാൻഷ്യൽ ഇഷ്യൂ കാരണം പലർക്കും ആ ഏരിയയിലോട്ട് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ആർട്ട് ഇൻഡസ്ട്രി, ഫീൽഡ് ഓഫ് ആർട്സ്, അതിലേക്ക് ഒരു പരിധിയിൽ കൂടെ എല്ലാവർക്കും ധൈര്യത്തോടെ കയറി ചെല്ലാൻ പേടിയുണ്ട്, അല്ലെ, വളരെയധികം ആൾക്കാർക്കുണ്ട്. Now this is the design is a space where you can have both. നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകാം, അതേപോലെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഓഫ് ഏരിയ ആർട്സ് എസ്തെറ്റിക്സിൽ താല്പര്യമുള്ളതാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പൈസ ഉണ്ടാകും. So there's a lot of exciting opportunity with a very exciting packages both in India and abroad, providing the competent ഒരു MBA-കാരനുമായിട്ടോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിനെ കമ്പീറ്റ് ചെയ്യുന്ന പാക്കേജുകൾ പലപ്പോഴും ഇപ്പൊ കിട്ടുന്ന ഇപ്പോൾ ഒരു എഞ്ചിനീയറിനെ ഓൺ ആൻ ആവറേജ് ഒരു ഡിസൈനറിന് far more better salary കിട്ടും. I remember still in the last 2 വർഷങ്ങൾക്ക് മുമ്പായിട്ട് NIDL the highest package was 75 lakhs per annum.
Okay, Trident എന്നുള്ള കമ്പനി ഒരു കുട്ടിക്ക് കൊടുത്ത പാക്കേജ് ആണ് 75 lakhs per annum, and അതിന്റെ താഴെ ഉണ്ട് somewhere around 43 lakhs if I am not wrong. So that much potential design students are having. It's just അത് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് 2-3 പറഞ്ഞതാണ്. Right? Now, flexibility of job roles and profile. Flexible job role and profile. എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നിങ്ങൾ ചിലപ്പോൾ ചെയ്തിരിക്കുന്നത് ഫാഷൻ ഡിസൈൻ ആയിരിക്കാം. എന്നാൽ ഞാൻ പറഞ്ഞു ഡിസൈനിന്റെ കോർ ഒന്നും ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിസൈൻ ഫാഷൻ പഠിച്ചെങ്കിലും യു ക്യാൻ ബിക്കം എ ഡിസൈനർ ഫോർ എൻ ഇന്റീരിയർ സ്പേസ്. ഫാഷനിലെ ഫാബ്രിക്കും ക്ലോത്തും വെച്ച് തന്നെ ആയിരിക്കും പലപ്പോഴും ഇന്റീരിയർ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അതേ ആട്രിബ്യൂട്ട്സ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ഒരു കാറിന്റെ ഇന്റീരിയർ ഡിസൈൻ ചെയ്യാം. യെസ്, യു ക്യാൻ ഡു ദാറ്റ്. യു ആർ ബേസിക്കലി ആൻ ആനിമേറ്റർ, ഒരു ആനിമേഷൻ ഡിസൈനർ പഠിച്ചത്. പക്ഷെ നിങ്ങൾക്കൊരു ഗെയിമിംഗ് കമ്പനിയുടെ കൂടെ അവരുടെ ഗെയിമിംഗ് ക്യാരക്ടേഴ്സിന് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. സോ ജോബിന് വളരെയധികം ഫ്ലെക്സിബിലിറ്റിയാണ്. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, നിങ്ങൾ ഏത് ഡിസൈനർ ഏത് സ്ട്രീമിലൂടെ കടന്നു പോകുമ്പോഴും പുള്ളി ഹി ഈസ് ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസസ്. ദിസ് ആർ ഓൾ ഗോയിങ് ടു ബി ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് വെച്ച് ആസ് എ മെച്യൂർ ഒരു 5 വർഷം ഒരു 10 വർഷം കഴിയുമ്പോൾ യു ആർ ഗോയിങ് ടു ബി എ വെരി വാല്യൂഡ് ഡിസൈൻ ബിക്കോസ് യുവർ എക്സ്പീരിയൻസ് ഡു മാറ്റർ. ഈ ഓരോ കമ്പനികളിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായ ഫെയിലിയേഴ്സ് ആൻഡ് ദ ലേണിംഗ്സ് ദാറ്റ് ഡെഫിനറ്റ്ലി ഡസ് മാറ്റേഴ്സ് എ ലോട്ട്. സോ എക്സ്പീരിയൻസ്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒത്തിരി കിട്ടും. റിലാക്സിങ് ജോബ് എൻവയോൺമെന്റ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. എന്താണ്, നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോലിയാണ് ഇഷ്ടമുള്ളൊരു കാര്യമാണ് എന്റെ ജോലിയെങ്കിൽ എനിക്കതൊരിക്കലും സ്ട്രെസ്ഫുൾ ആയിരിക്കില്ല. എനിക്ക് കാർ വരയ്ക്കാൻ ഇഷ്ടമാണ്, ഞാനൊരു കാർ ഡിസൈനറാണ്, എനിക്ക് ബുദ്ധിമുട്ടില്ല. എനിക്ക് ക്ലോത്ത്സ് വെച്ച ഫാഷൻ എന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ഏരിയ ആണ്. എനിക്കൊരു ജോലി ഫാഷൻ ഡിസൈനിലാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ഹെക്ടിക് ഫോർ മി. സോ ഓൾവേസ് എ റിലാക്സിങ് ജോബ് എൻവയോൺമെന്റ്. ക്യാൻ ലേൺ ന്യൂ സ്കിൽസ് ആൻഡ് സോഫ്റ്റ്വെയർ. ഇപ്പോഴത്തെ പല സിറ്റുവേഷനിലും ആൾക്കാർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒബ്വിയസ് ആയിട്ടും സ്കെച്ചിങ് സ്കിൽസ് മാത്രം ഉണ്ടായാൽ പോരാ, നിങ്ങൾക്ക് സോഫ്റ്റ്വെയറുകളും യൂസ് ചെയ്യാൻ പറ്റും. ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പലർക്കും സോഫ്റ്റ്വെയർസ് ഒത്തിരി അധികം പഠിക്കാനുള്ള ഓപ്ഷൻസ് കിട്ടും. ആൻഡ് അഗെയിൻ ഫ്രീലാൻസിങ് ഓപ്പർച്യൂണിറ്റി. There are lots of freelancing opportunity out there. ആരും തന്നെ കോഴ്സ് കഴിഞ്ഞ ഉടനെ ഒരു MNCക്ക് വേണ്ടി തപ്പി നടക്കണ്ട. വീട്ടിലിരുന്നാൽ പോലും നല്ല രീതിയിൽ ശമ്പള പാക്കേജുകൾ ഉണ്ടാക്കാം. ഓൺലി തിങ് ഈസ് യുവർ വർക്ക് ഷുഡ് ബി ഗുഡ്. നിങ്ങളുടെ ഔട്ട്കം, നിങ്ങൾ നല്ല ഡിസൈനർ ആയിരിക്കും, നല്ല ഔട്ട്കംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെങ്കിൽ യെസ് യു വിൽ ഡെഫിനറ്റ്ലി ഹാവ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റി ഈവൻ സിറ്റിംഗ് അറ്റ് യുവർ ഹോം. സോ ദാറ്റ് ഇസ് കരിയർ ഓപ്പർച്യൂണിറ്റിനെ പറ്റി വി നീഡ് ടു വെറി മച്ച്. നൗ ദീസ് ആർ actually a very small fraction of the companies which come down to pick you guys if you are working for studying in any of this premium institute. ഞാൻ നേരത്തെ കാണിച്ചത് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് പ്ലേസ്മെന്റിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ഫ്രാക്ഷൻ ഓഫ് കമ്പനീസ് മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. Let me tell you the truth. ഞാൻ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന കമ്പനികളല്ലാതെ there are a lot more other companies who pay far more better than this. ഇവിടെ കാണിച്ചിരിക്കുന്ന കമ്പനിക്ക് വളരെയധികം പാക്കേജ് തരുന്ന ന്യൂ സ്റ്റാർട്ടപ്സ് ഉണ്ട്. പക്ഷേ ഈ കമ്പനികളെ പലപ്പോഴും നമ്മൾക്ക് അറിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഇടാത്തത്. These are all very common companies which very commonly come down and gives package. അവരുടെ പ്ലാറ്റ്ഫോമിലേക്ക് they will invite us. നല്ല വർക്ക് നിർബന്ധമാണ്. Now, higher studies in design. പലപ്പോഴും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സിനാരിയോ എന്ന് പറഞ്ഞാൽ കുട്ടികൾ അവരുടെ B.Des കഴിഞ്ഞിട്ട് ഒരു ചെറിയ കാലയളവിലേക്ക് വർക്ക് ചെയ്യാൻ പോകും. ഈവൻ ഇൻക്ലൂഡിങ് മൈ സീനിയേഴ്സ്, മൈ ജൂനിയേഴ്സ് ആൻഡ് ഈവൻ മൈ കൊളീഗ്സ്. ഐ നോ എല്ലാവരും തന്നെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നേരെ തന്നെ പോയി പഠിക്കാൻ മാസ്റ്റേഴ്സ് എടുക്കാൻ പോവല്ല, ബാച്ചിലേഴ്സിൽ പോവല്ല. ഒബ്വിയസ്ലി ഐ വാസ് ഓൾറെഡി ഞാനൊരു ഗ്രാജുവേറ്റ് ആയിരുന്നു, അത് കഴിഞ്ഞാണ് ഡിസൈൻ പഠിക്കാൻ പോയത്. അതർ ദാൻ മീ പല എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കൊളീഗ്സും ഒക്കെ പലപ്പോഴും ബാച്ചിലേഴ്സ് കഴിഞ്ഞതിന് ശേഷം അവരൊരു 1.5 വർഷം 2 വർഷം ഒക്കെ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തു, ഡിസൈൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തു. ദേ ഗോട്ട് എ ലോട്ട് ടു ലേൺ. അവർ പഠിച്ചത് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയതിന് ശേഷമാണ് ഒരു മാസ്റ്റേഴ്സിലേക്ക് വന്നത്. So they are actually getting a far more understanding. Okay, ഞാൻ പഠിച്ചതിലുപരി കുറെ കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു ഇൻഡസ്ട്രിയിൽ. So it's going to make them a mature design. Okay, so നിങ്ങൾക്ക് വേണമെങ്കിൽ ബാച്ചിലേഴ്സ് കഴിഞ്ഞ് ഡയറക്റ്റ് മാസ്റ്റേഴ്സിന് പോകാം. Or else if you don't want, you can have always പഠിത്തം കഴിഞ്ഞ് നിർബന്ധമായിട്ടും ഈ പ്രൈം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഗ്യാരണ്ടി ആണ് ജോബ്. നല്ല ഇൻട്രസ്റ്റിംഗ് പാക്കേജിലൂടെ നല്ല ജോബുകൾ കിട്ടും. അവിടെ നിങ്ങൾക്ക് 1 വർഷമോ 2 വർഷമോ വർക്ക് ചെയ്തതിനു ശേഷം you can do your masters if you are interested. The major courses which are provided in ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ബേസിക്കലി ഞാൻ എല്ലാം ഡീറ്റെയിലിൽ പോകുന്ന മേജർ ക്ലാസിഫിക്കേഷൻ പറയാം. ഇൻഡസ്ട്രിയൽ ഡിസൈൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, കമ്മ്യൂണിക്കേഷൻ ഡിസൈനിൽ മാസ്റ്റേഴ്സ് ഉണ്ട്, ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ആക്സറിയിലും മാസ്റ്റേഴ്സ് ഉണ്ട്. അതിലുപരി മാസ്റ്റേഴ്സിൽ വേറെ 2 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീൽഡ് എന്ന് പറഞ്ഞാൽ IT ഇന്റഗ്രേറ്റഡ് ഡിസൈനും ഇന്റർ ഡിസിപ്ലിനറി ഡിസൈനുമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അറിയണം അല്ലെങ്കിൽ കൂടുതൽ താല്പര്യമുള്ളവർക്ക് നമുക്ക് Q&A we can clarify all this section, this content. Okay. Moving on. So
that is about ഒരു നട്ട്ഷെല്ലിലെ ഡിസൈൻ എന്താണ്, ഡിസൈൻ എഡ്യൂക്കേഷൻ എന്താണ്, ഇന്ത്യയിലെ ഡിസൈൻ എന്താണ്, അതുകൊണ്ട് നിങ്ങൾ ഡിസൈൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണ് ഇന്ത്യയിൽ അബ്രോഡ്, ഇതൊക്കെയാണ് ബേസിക്കലി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഐ വാണ്ടഡ് ടു കൺവേ ടു യു. സോ വേറെ കാര്യം ഞാൻ പറയാം, വെൻ യു ഗെറ്റ് ഇൻ ടു എനി ഓഫ് ദ പ്രൈം അല്ലെങ്കിൽ ഏതൊരു ഡിസൈൻ കോളേജിൽ കയറി കഴിഞ്ഞാൽ the scenario is going to be completely life changing for you. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. The way we have been learning, നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന ഒരു സിനാരിയോയിൽ completely it will be a life changer. You are going to learn. നമ്മൾ പലപ്പോഴും ഒരു അടച്ച ക്ലാസ് റൂമിൽ ഇരുന്നായിരിക്കില്ല നമ്മുടെ പഠനം. It's an open world for you. You are going to learn from a lot of people. ഒരാളിൽ നിന്ന് ഒരു ഫാക്കൽറ്റിയിൽ നിന്ന് മാത്രമായിരിക്കില്ല. You are going to learn from your junior. You are going to learn from a lot of people. Okay, നിങ്ങളുടെ എന്താ പറയാ faculties, your juniors, your seniors. അതിലുപരി there will be very frequent visit from industrial expert. നിങ്ങളൊരു കാർ ഡിസൈനർ ആണെങ്കിൽ, ഞാൻ കാർ ഡിസൈൻ പഠിച്ചുകൊണ്ട് പറയാണ്, വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഞങ്ങൾക്ക് ഇൻഡസ്ട്രി ലൈക്ക് ബജാജ്, ടാറ്റ, മഹീന്ദ്രയിൽ നിന്ന് ഫ്രീക്വന്റ് ആയിട്ട് ഡിസൈനേഴ്സ് ഞങ്ങൾക്ക് മന്ത്ലി ഒരിക്കലെങ്കിലും വന്ന് ഞങ്ങൾക്ക് അവരുമായിട്ടൊരു കോഴ്സ് ഉണ്ടാവും. 1 week 2 weeks ഷോർട്ട് കോഴ്സസ് വേറെ അവർ നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്യണം, എന്തൊക്കെയാണ് നമ്മൾ തിയറി പഠിക്കുന്നത് ഉപരി പ്രാക്ടിക്കലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം, വണ്ടി ഉണ്ടാക്കുമ്പോൾ പ്രാക്ടിക്കലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, ഇതൊക്കെ നമ്മളെ അവർ കൃത്യമായി പറഞ്ഞു തരും. So you are going to have a lot of industrial exposure also. And let me tell you one thing, you are going to become a wonderful human being when you learn design. അത് വേറെ ഇൻട്രസ്റ്റിംഗ് തിങ് ആണ്. Again, പലപ്പോഴും നമ്മൾ ഡിസൈൻ പഠിക്കുമ്പോൾ you are not just learning through one sense, your all senses should be open. Visually, through audio, touch, taste, tactile, എല്ലാ സെൻസസിലൂടെ നമ്മൾ പഠിക്കുകയാണ്. So you need to open up all your senses and there is a lot of learning which is going to happen over there. So this is a scenario, ഒരു റഫ് ഒരു സിനാരിയോ ആണ് അവിടുത്തെ ഡിസൈൻ എഡ്യൂക്കേഷനെ പറ്റി, the സിസ്റ്റത്തിനെ പറ്റി. And yeah, this is campus of IITs. So you can see you will be having after every session നിങ്ങളുടെ വർക്ക് നമ്മളുടെ എന്താ പറയാ, നമ്മൾ സാധാരണ സ്കൂളിൽ പഠിച്ച പോലെ അസൈൻമെന്റ് ബുക്കിലല്ല, നമ്മളുടെ അസൈൻമെന്റ് ഓപ്പൺ ആണ്, എല്ലാവർക്കും കാണാൻ പറ്റും. ഇറ്റ്സ് ഓപ്പൺ ടു ദ പബ്ലിക്. അവർ വന്നിട്ട് നമ്മളുടെ വർക്കുകളുടെ എന്താ പറയാ, they might enquire our outcomes. ഇത് എങ്ങനെയാണ് ഇങ്ങനെ പോസിബിൾ ആണ്? So they will be questioning you. So there will be an open jury. You can talk about it. So it's actually going to be a very interactive and it's going to make you a lot more എന്താ പല കാര്യങ്ങളും നിങ്ങളെ മെച്ചൂർ ആക്കുന്ന ഒരു ഏരിയ ആണ്. Okay. If you are into fashion design, this is a scenario for Nift campus. You will be having very frequent fashion exhibitions. You will be having fashion shows. അപ്പൊ നിങ്ങൾക്ക് എക്സിബിറ്റ് ആയിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് വെക്കാം. You can be the fashion, എന്താ പറയാ, you can be the model. You yourself can be the one who will be walking on the fashion trends. അതിന് ഇഷ്ടം നിങ്ങൾക്ക്, you can be the one who are designing interesting fashion attires and which will be worn by a model. ഇതെല്ലാം തന്നെ the exposure you are going to have in a fashion Nift campus. So yes, that's it from my end. അപ്പോ എൻ്റെ ഒരു my intent here from Think was to make you aware of design possibility. If you feel നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ കയ്യിൽ ഒത്തിരി ഐഡിയാസ് ഉള്ള ആളാണ്, ക്രിയേറ്റീവ് ആയിട്ടുള്ളവരാണ്, don't need to compromise. There are a lot of opportunities out there for you to explore. So let's think creative. Yes, so with that I will wind up here. Thank you guys, and I'll hand over the session to our next faculty. Thank you. Thank you, sir. Thank you for a detailed presentation of careers in design. So നമ്മൾ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സെഷനിലോട്ട് കിടക്കുകയാണ്, which is exam overview. I invite Mr. Suraj Reginald to the session. Hello, am I audible? Yes, sir, you are audible. Thank you. Hello, everyone. Good evening. My name is Suraj. ഞാൻ Think Institute of Design Architecture Awareness faculty ആണ്. അപ്പം I think there was a detailed session about career in architecture and also career in design. അല്ലേ? So what have you all decided, or നിങ്ങൾ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ എന്താണ് വേണ്ടത്? ഡിസൈൻ ആണോ വേണ്ടേ, അതോ ആർക്കിടെക്ചർ ആണോ വേണ്ടേ, അതോ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? ചാറ്റ് ബോക്സിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? Can I just get to know your responses, what you're all thinking right now? എന്താണ് അഭിപ്രായങ്ങൾ എല്ലാവരുടെയും? Okay, architecture, design, architecture, design, B.Des, still thinking. Good. Okay, good. Thanks a lot. Interested in both. Okay. So basically ഇത് തന്നെയാണ് ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഇറ്റ് ഈസ് ടു ആക്ച്വലി വൈഡൻ ദി ഹൊറൈസൺ. നമ്മുടെ ഹൊറൈസൺ എപ്പോഴും വളരെ ചെറുതായിട്ടാണ് പോവാറ്, അല്ലെ? യൂഷ്വലി നമുക്ക് എപ്പോഴും ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ ആ ഒരു ഹൊറൈസൺ
വൈഡൻ ചെയ്യുക എന്നുള്ളതും കൂടിയായിരുന്നു ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇപ്പം ആലോചിക്കുന്നുണ്ട്, ഒരുപാട് പേര് ഡിസൈൻ എന്ന് പറയുന്നുണ്ട്, ആർക്കിടെക്ചർ എന്ന് പറയുന്നുണ്ട്, കുറച്ച് പേര് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ സ്റ്റിൽ കണ്ടംപ്ലേറ്റിംഗ്. സം ഓഫ് ദം ആർ വെരി സ്പെസിഫിക്, സം ഓഫ് ദം ആർ സെയിം ഇപ്പം ഏത് കോഴ്സാണ് എന്നടക്കം അവർ ഡിസൈനിൽ പറയുന്നുണ്ട്. അപ്പൊ ബേസിക്കലി എന്ത് തന്നെയായാലും നമ്മൾക്ക് പല പല കോളേജസ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഓൾ അറൌണ്ട് ഇന്ത്യ. Okay, so that is what we will be discussing about. That means നമ്മൾ എങ്ങനെയാണ് ഈ എക്സാംസിലേക്ക് എല്ലാം നമ്മൾക്ക് കയറാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നേരത്തെ സച്ചിൻ സാർ ആർക്കിടെക്ചറിനെ പറ്റി പറഞ്ഞു, വിബു സാർ ഡിസൈനിനെ പറ്റി പറഞ്ഞു. അപ്പം ഈ രണ്ട് കോഴ്സസ് തന്നെയായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ഇതിൽ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ I will actually try to give you a brief idea about some of the exams, the very important exams that you can write to get into these institutes, which has been briefly discussed. Okay, we'll cover about the a little bit, very brief about the exams, the exam pattern, criteria, eligibility, etc. Okay, but we'll start with architecture. എനിക്ക് തോന്നുന്നു സച്ചിൻ സർ വളരെ നല്ല കുറെ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് the fusion of art and functionality എല്ലാം വെച്ച് what is architecture എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. So fundamentally it's the design of spaces. If you want to get into B.Arch, there are 3 various exams that you can write in India. The first one is National Aptitude Test in Architecture. The second one is JEE Mains Paper 2. The third one is IIT's Architecture Aptitude Test. ഇത് മൂന്നും ഇതിൽ ഓരോന്നായി എടുത്തിട്ട് നമ്മൾക്ക് നോക്കാം. We'll start with NATA, that is National Aptitude Test in Architecture. So what is NATA? NATA is an aptitude test. Basically, the most important word in that entire acronym for me is apt എന്ന് പറയുന്ന വാക്കാണ്. ഓക്കെ, ഇത് കണ്ടക്ട് ചെയ്യുന്നത് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ ആണ്. കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറിനെ പറ്റി ഓൾറെഡി സച്ചിൻ സാർ എക്സ്പ്ലെയിൻ ചെയ്തതാണെന്ന് തോന്നുന്നു ആർക്കിടെക്ചർ സെക്ഷനിൽ. അപ്പം ദിസ് ഈസ് കണ്ടക്ടഡ് ട്വൈസ് എ ഇയർ. ഇപ്പം ഈ വർഷത്തെ 2021 ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കത് ഏപ്രിൽ ഒരു എക്സാം ഉണ്ടായിരുന്നു. നെക്സ്റ്റ് എക്സാം ഇസ് ഷെഡ്യൂൾ ഫോർ ജൂലൈ. ഈ 2 ടൈമിലാണ് നമുക്ക് എക്സാംസ് ഉള്ളത്. പ്യൂർലി ആപ്റ്റിറ്റ്യൂഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അപ്പോൾ ഇതിൽ ഡ്രോയിങ് ഒന്നും ഇപ്പം ഈ ഒരു സെഷനിൽ ഈ ഒരു എക്സാമിൽ ഫിസിക്കൽ ഡ്രോയിങ്, പെൻ ആൻഡ് പേപ്പർ ഡ്രോയിങ് ഒന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല. ആ ഒരു സെക്ഷൻ അതിലില്ല. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. സ്റ്റുഡൻസ് ഹു ഹാവ് കംപ്ലീറ്റഡ്, ഇതിനെപ്പറ്റി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറെ ഡൗട്ട്സ് ഇതിലൂടെ ക്ലിയർ ആയി പോകും നിങ്ങളുടെ. those students who have completed or are appearing for their 10+2 exam with physics, chemistry, mathematics, അവർക്ക് മാത്രമാണ് ഇതിനെ എലിജിബിലിറ്റി കിട്ടുക. പ്ലസ് there is one more set of students, 10+3 diploma students who have done or are completing their 10+3 diploma along with mathematics as a compulsory subject. ഈ 2 സെറ്റിൽ വരുന്ന സ്റ്റുഡൻസിനാണ് മെയിൻ ആയിട്ട് ഈ എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ. എക്സാം എന്താണ്, ബ്രീഫ് ആയിട്ട് എന്താണ് ഈ എക്സാം പാറ്റേൺ എന്ന് നോക്കാം. ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റൻ ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. 200 മാർക്സിന്റെ 125 ക്വസ്റ്റൻസ് ഉള്ള ഒരു എക്സാം ആണ്. 3 hours സിംഗിൾ എക്സാം ആണിത്. 1 മാർക്ക് ക്വസ്റ്റൻസ് ഉണ്ട്, 2 മാർക്ക് ക്വസ്റ്റൻസ് ഉണ്ട്, 3 മാർക്ക് ക്വസ്റ്റൻസ് ഉണ്ട്. നെഗറ്റീവ് മാർക്സ് ഒന്നുമില്ല. എന്താണ് നമ്മൾ ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടാൻ പോകുന്നത്? 2 കാര്യങ്ങൾ. ദി ഫസ്റ്റ് തിങ് ഈസ് യു ഗെറ്റ് എ മാർക്ക്, യു ഗെറ്റ് എ സ്കോർ ഔട്ട് ഓഫ് 200, 70, 90, 79, 123 എന്ന് പറയുന്ന ഒരു സ്കോർ കിട്ടും. അതുകൂടാതെ തന്നെ വി ഓൾസോ ഗെറ്റ് എൻ ഇൻഫർമേഷൻ അബൌട്ട് വെദർ യു ആർ ക്വാളിഫൈഡ് ഓർ നോട്ട്. അപ്പൊ എന്തായാലും ഒരു ക്വാളിഫൈങ് മാർക്സ് ഇല്ലേ? യെസ്, 75 ആണ് നാറ്റ 2021 ആദ്യം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്വാളിഫൈങ് മാർക്സ്. അതിനെ ഫസ്റ്റ് എക്സാമിന്റെ റിസൾട്ട് വരുന്നതിന്റെ കൂടെ തന്നെ 75 എന്നുള്ളതിനെ 70 ആക്കി കുറച്ചിട്ടുണ്ട്. സോ ദി കട്ട് ഓഫ് മാർക്ക് ഫോർ ദിസ് ഇയർ ഔട്ട് ഓഫ് 200, നാറ്റയുടെ കട്ട് ഓഫ് മാർക്ക് ഈസ് 70. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് തരം ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു MCQ, ദി ഫസ്റ്റ് വൺ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ സ്കൂൾസിലും ഒക്കെ ഒരുപാട് എക്സാംസ് ഇങ്ങനത്തെ എഴുതിയിട്ടുണ്ടാവും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾ ചോയ്സസ്, യു ഹാവ് ടു സെലക്ട് ദി കറക്റ്റ് ആൻസർ. ദി സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഈസ് പ്രിഫറൻഷ്യൽ ആൻസർ ക്വസ്റ്റ്യൻസ്. പ്രിഫറൻഷ്യൽ ആൻസർ ക്വസ്റ്റ്യൻസിൽ ഇപ്പം ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും. അപ്പൊ അതിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഓരോ ഡിസിഷനും ദർ ബി എ വെരി ആപ്റ്റ് ഡിസിഷൻ, അതിനായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക്. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസറിനായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക്. ബാക്കിയുള്ള ഓപ്ഷൻസിന് കുറവും വ്യത്യസ്തമായിട്ടുള്ള മാർക്കുകളായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ചിലപ്പോൾ സെക്കൻഡ് ഓപ്ഷന് 2 മാർക്ക്, തേർഡ് ഓപ്ഷൻ 1 മാർക്ക്, ലാസ്റ്റ് ഓപ്ഷന് ചിലപ്പോൾ മാർക്കേ ഉണ്ടാവില്ല, 0 മാർക്സ് ആയിരിക്കും. അപ്പൊ ബേസ്ഡ് ഓൺ ദാറ്റ് ഡിസിഷൻ ദാറ്റ് യു മേക്കിംഗ്, അതിനെ വിത്ത് റെസ്പെക്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത്. അതാണ് രണ്ടാമത്തെ MCQ, PAQ. തേർഡ് വൺ ഈസ് MSQ. MSQ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിനോട് വളരെ റിലേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ദി ഓൺലി ഡിഫറൻസ് ഈസ് മൾട്ടിപ്പിൾ ആൻസേഴ്സ് ഉണ്ടായിരിക്കും ഇവിടെ. മൾട്ടിപ്പിൾ ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 13 ഓപ്ഷൻ തരികയാണ് ഒരു ക്വസ്റ്റ്യനിൽ, ആൻഡ് യു ആർ ടോൾഡ് ടു സെലക്ട് ദി കറക്റ്റ്
4 options from that. അപ്പോൾ മൾട്ടിപ്പിൾ ആൻസേഴ്സ് ആണ് നമ്മൾ അവിടെ സെലക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹൗ വി കോൾ ഇറ്റ് മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ്. ലാസ്റ്റ് വൺ ഈസ് ന്യൂമറിക്കൽ ആൻസർ ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു ഇതും നിങ്ങൾ കുറച്ച് ചിലപ്പം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ന്യൂമറിക്കൽ ആൻസർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ ആയിട്ടുള്ള ആൻസർ, ആ ക്വസ്റ്റ്യന്റെ ന്യൂമറിക്കൽ ആയിട്ടുള്ള ആൻസർ നിങ്ങൾ വാല്യൂ ആക്കി ടൈപ്പ് ചെയ്യാണ് വേണ്ടത്. അല്ലെങ്കിൽ ആവശ്യത്തെ നാറ്റ 2021 എക്സാമിൽ ഈവൻ ഇംഗ്ലീഷ് വേർഡ്സ്, അതായത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും കൂടെ എൻറ്റർ ചെയ്യാൻ തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ജനറലി MCQ, PAQ, MSQ, NAQ. അപ്പം ഈ ഒരു ഇതിൽ നമ്മൾ കാണുന്നത്. സോ വി ഡിസ്കസ്ഡ് അബൌട്ട് നാറ്റ പേപ്പർ. നാറ്റ പേപ്പറിനെ പറ്റി പറയുമ്പോൾ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനെപ്പറ്റി ഓൾറെഡി വന്നിട്ടുണ്ട്. കീമിനെ പറ്റി എന്തായാലും പറയേണ്ടതായിട്ടുണ്ട്. കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീമിന് സെപ്പറേറ്റ് ആയിട്ട് B.Arch-ന് വേണ്ടി എന്ന് പറയുന്ന ഒരു എക്സാം ഇല്ല. They doesn't have a separate exam for B.Arch. Engineering ഉണ്ട്, but there is no separate entrance exam for B.Arch. It is with the score of NATA and qualifying examil വരുന്ന സ്കോർ. അതായത് 10+2-ൽ എത്രയാണോ സ്കോർ കിട്ടുന്നത്, CBSE സ്റ്റുഡൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12th സ്റ്റാൻഡേർഡിൽ എത്രയാണോ സ്കോർ കിട്ടുന്നത്, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ഫോർമുലയൊക്കെ വെച്ച് അതിനെ വിത്ത് റെസ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു സ്കോർ വെച്ചിട്ടാണ് റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. ഓക്കെ, ഇനി എത്ര കോളേജസ് ഉണ്ട്? കീമിലൂടെ കേരളത്തിലേക്ക് കയറാൻ നമ്മൾക്ക് 33 കോളേജസ് ആണുള്ളത്. Okay, there are 3 government engineering colleges. For example, College of Engineering Trivandrum. Sachin sir already പറഞ്ഞിരുന്നു അതിനെപ്പറ്റി. പിന്നെ ഒരു എയ്ഡഡ് കോളേജ് ഉണ്ട്, TKM College of Engineering at Kollam. Then you have 29 private അഥവാ സെൽഫ് ഫിനാൻസിങ് കോളേജസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ MES College of Engineering കുറ്റിപ്പുറം, ആവണി ഇൻസ്റ്റിറ്റ്യൂട്ട്, അല്ലെങ്കിൽ CAT ട്രിവാൻഡ്രം, അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ മൊത്തം 33 കോളേജസ് ഉണ്ട്. ദാറ്റ് ഈസ് കീം യൂസ് ചെയ്തിട്ട് നമുക്ക് എൻട്രൻസ് എക്സാം അല്ല, കീം യൂസ് ചെയ്തിട്ട് B.Arch-ലേക്ക് അഡ്മിഷൻ തരുന്ന 33 കോളേജസ് ആണല്ലേ. NIT കാലിക്കറ്റ് കേരളത്തിലാണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ത്രൂ കീം. വിൽ ഡിസ്കസ് അബൌട്ട് ദാറ്റ് ഇൻ ദി കമ്മിങ് സ്ലൈഡ്സ്. സോ വി ഹാവ് ഡൺ വിത്ത് ദി ഫസ്റ്റ് എക്സാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആർക്കിടെക്ചറിൽ 3 എക്സാംസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നാറ്റ എന്ന് പറയുന്ന എക്സാം കഴിഞ്ഞു. സെക്കൻഡ് എക്സാം ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഈസ് JEE Mains Paper 2. ഇറ്റ് ഈസ് കണ്ടക്ടഡ് ബൈ നാഷണൽ ഏജൻസി. അപ്പം സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർ, അരുന്ധതി റോയുടെ. അപ്പം ആ ഒരു പ്രസ്റ്റീജിയസ് സ്കൂളോ അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്, CFTIs അല്ലെങ്കിൽ GFTIs, സെൻട്രലി അല്ലെങ്കിൽ ഗവൺമെന്റ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് എല്ലാം അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എഴുതേണ്ട എക്സാം, B.Arch-ൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എഴുതേണ്ട എക്സാം JEE Mains Paper 2 ആണ്. ദിസ് ഈസ് ഓൾസോ കണ്ടക്ടഡ് twice a year. ഇതിലെ ഏറ്റവും ബെസ്റ്റ് സ്കോർ ആണ് കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ഇനി which are some of the participating institutions in this? So as I said, NITs എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. പക്ഷെ B.Arch ഓഫർ ചെയ്യുന്ന 9 NITs-ന്റെ പേരാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അതുകൂടാതെ സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ, അവർക്ക് 3 ക്യാമ്പസ് ഉണ്ട്, ന്യൂഡൽഹി, ഭോപ്പാൽ ആൻഡ് വിജയവാഡ. അതുകൂടാതെ നേരത്തെ പറഞ്ഞ പോലെ CFTIs, സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, മെസ്ര, റാഞ്ചി, അങ്ങനെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്കും JEE Mains Paper 2 വഴി തന്നെയാണ് അവർ അഡ്മിഷൻ എടുക്കുന്നത്. ഇപ്പം NIT-യും SPയും അല്ലാതെയും കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഇതിന്റെ ഒരു ക്വസ്റ്റ്യനും വന്നിരുന്നു. Now, what is the eligibility criteria? First exam JEE Mains Paper 2-ന്റെ ഈ വർഷത്തെ ഫസ്റ്റ് എക്സാം ഞാൻ പറഞ്ഞത് ഇറ്റ്സ് കണ്ടക്ടഡ് twice a year. അപ്പോൾ ഫസ്റ്റ് എക്സാം വാസ് കണ്ടക്ടഡ് ഇൻ ദി മന്ത് ഓഫ് February. നെക്സ്റ്റ് എക്സാം വാസ് പ്ലാൻഡ് ഫോർ May, ബട്ട് ഇറ്റ് ഹാസ് ബീൻ പോസ്റ്റ്പോൺ. കോവിഡിന്റെ സാഹചര്യം കാരണം ഇറ്റ് ഹാസ് ബീൻ പോസ്റ്റ്പോൺ. സോ അതിന്റെ ഡേറ്റും കാര്യങ്ങളും എല്ലാം ഡിക്ലെയർ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. യു ക്യാൻ സ്റ്റിൽ അപ്ലൈ ആൻഡ് റൈറ്റ് ഫോർ ദാറ്റ് എക്സാം. അപ്പോൾ ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ആസ് ഓഫ് നൗ with respect to the notification that is already out, with respect to that I am saying age criteria, it doesn't have any specified age limit. The only condition is that if you want to write JEE Mains Paper 2 ഈ വർഷം എഴുതണമെങ്കിൽ you should have passed 12th or equivalent in 2019 അല്ലെങ്കിൽ 20, അല്ലെങ്കിൽ you should be appearing in 2021. ഈ ലാസ്റ്റ് 3 ഇയേഴ്സിൽ പാസ്സാകുന്ന അല്ലെങ്കിൽ പാസ്സായ ആൾക്കാർക്കാണ് എഴുതാൻ പറ്റുക. വാട്ട് ഈസ് ദ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ? പാസ് ക്ലാസ് 12th എക്സാം ഓർ equivalent with physics, chemistry and maths. ഇതാണ് JEE Mains Paper 2-ന്റെ ക്രൈറ്റീരിയ. ഇനി നമ്മൾക്ക് എക്സാം പാറ്റേൺ നോക്കാം. JEE Paper 2-ന്റെ ഒരു 3 hour എക്സാം ആണിത്. സോ you have 3 parts in this. First part is mathematics, second part is aptitude test. ഇത് രണ്ടും ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നോൺ വെർബൽ റീസണിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആർക്കിടെക്ചർ അവയർനെസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. തേർഡ് പാർട്ട് ഈസ് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പാർട്ടാണ്. ഇറ്റ് ഈസ് അബൌട്ട് ഡ്രോയിങ്. ഫിസിക്കൽ ഡ്രോയിങ്, പെൻ ആൻഡ് പേപ്പർ മോഡ് ഓഫ്ലൈൻ എക്സാം ആണ്. ഇതെല്ലാം കൂടെ കമ്പയർ ചെയ്ത് ഇതിന്റെ ബാക്കി പ്രോസസ്സുകളും കൗൺസിലിംഗും എല്ലാം നടത്തുന്നുണ്ടാവുക.
Now, we have completed 2 exams in architecture. The first one is NATA, National Aptitude Test for Architecture. The second one is JEE Mains Paper 2. The third one is IIT Architecture Aptitude Test. അപ്പം IITസിലേക്കുള്ള B.Arch കോഴ്സസിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എഴുതേണ്ട എക്സാം IIT Architecture Aptitude Test ആണ്. അപ്പം ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ യു ഷുഡ് പാസ് ക്ലാസ് 12 വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, 1 ലാംഗ്വേജ് ആൻഡ് എനി അതർ സബ്ജക്ട്. So 5 subjects in total. There are 3 exams. 3 exams നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുക. The first one is JEE Mains Paper 1. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. IITക്കും NITക്കും ഒക്കെ എൻ്റെ സ്റ്റുഡൻസ് എഴുതുന്ന ഒരു എക്സാം ആണ്. അതിനുശേഷം JEE അഡ്വാൻസ്ഡ് ആണ്. അതിനുശേഷം വരുന്ന എക്സാം ആണ് ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഈ ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പ്യുവർലി ക്വാളിഫയിങ് ഇൻ നേച്ചർ ആയിട്ടുള്ള എക്സാം ആണ്. അതായത് നിങ്ങൾക്കൊരു കട്ട് ഓഫ് മാർക്കാണ് കിട്ടേണ്ടത്. ആ കട്ട് ഓഫ് മാർക്കിന് മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ യു ആർ ക്വാളിഫൈഡ്. അപ്പോൾ യു ആർ എലിജിബിൾ ടു ആക്ച്വലി ഗോ ഫോർ ദി കൗൺസിലിംഗ്. Okay, and നിങ്ങളുടെ റാങ്കിങ് that would be based on the second exam, that is JEE Advanced. അപ്പം ഇതാണ് 3 എക്സാംസ്, ആർക്കിടെക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള 3 എക്സാംസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. So we have done with NATA, we have done with JEE Mains Paper 2, and also we have looked at IIT Architecture Aptitude Test. ഈ 3 എക്സാംസും നമ്മൾ നോക്കി. അതിന്റെ കൂടെ തന്നെ കീവിന്റെ ഒരു സ്പെഷ്യൽ കേസും നോക്കി. എക്സാം അല്ലാതെ ബട്ട് B.Archനുള്ള അഡ്മിഷൻ പ്രൊസീജിയറിനെ പറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്തു കേരളത്തിൽ. So we are done with the architecture part. Now we will take the design part. എനിക്ക് തോന്നുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള റിയൽ ലൈഫ് എക്സാമ്പിൾസും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് വിഭു സാർ ഡീറ്റെയിൽ ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് 2 കോഴ്സസ് ആണ്, B.Des ആൻഡ് B.F.Tech. B.Des എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് ഡിസൈൻ 4-year കോഴ്സ് ആണ്. B.F.Tech എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജി. ഇറ്റ്സ് ഓൾസോ 4-year കോഴ്സ്. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ദി UG ഡിസൈൻ കോഴ്സസ് ഇൻ ഇന്ത്യ. മെയിൻ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിൻ ആയിട്ട് 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഉള്ളത്. ദി ഫസ്റ്റ് വൺ ഈസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ NID. ദി സെക്കൻഡ് വൺ ഈസ് IITസിന്റെ ഡിസൈൻ സ്കൂൾസിലെ ഡിസൈൻ കോഴ്സസിനായിട്ടുള്ള എൻട്രൻസിനെ വിളിക്കുന്ന പേരാണ് UC. അത് നടത്തുന്നത് IIT ബോംബെ ആണ്. അതുകൊണ്ടാണ് ആ ഒരു ലോഗോ അവിടെ നമ്മൾ വെച്ചിരിക്കുന്നത്. സോ ദി സെക്കൻഡ് വൺ ഈസ് IITs ആൻഡ് തേർഡ് വൺ ഈസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, Nift institutions. Okay, we'll start with NID, National Institute of Design. But UG campuses, 5 campuses ആണ് മെയിൻ ആയിട്ടുള്ളത്. ബാച്ചിലർ ഓഫ് ഡിസൈനിന്റെ കോഴ്സ് ആണ് അവർ ഓഫർ ചെയ്യുന്നത്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് NITs ഓട്ടോണമസ് ബോഡി ആണ്, മിനിസ്ട്രി ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ആണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എക്സാം has already been over of NID. അപ്പം ആസ് പെർ ദി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, students are born on or after the 1st of July 2001. Only they are eligible to write. 1-year validity ഉള്ള ഒരു എക്സാം ആണ്. ഇനി who can write it? Students who have done their 10+2 or equivalent in 2020-2021 academic year, or students who are passed or appearing for 10+3 diploma. ഡിസൈൻ കോഴ്സസിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ NIDയുടെ കേസ് എടുക്കുകയാണെങ്കിൽ എല്ലാ കോഴ്സസിനും എല്ലാ സ്ട്രീംസിനും സ്റ്റുഡൻസിനും ഒന്ന് അപ്ലൈ ചെയ്യാം. സയൻസ് ആണെങ്കിലും കോമേഴ്സ് ആണെങ്കിലും ആർട്സ്, ഹ്യൂമാനിറ്റീസ്, വളരെ വെൽക്കമിംഗ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണ് അവർക്കുള്ളത്. നെക്സ്റ്റ് ഈസ് ദി എക്സാം പാറ്റേൺ ഓഫ് NID. ഇപ്പം 2 സ്റ്റെപ്സ് ആണുള്ളത്. ദി ഫസ്റ്റ് വൺ ഈസ് NID ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, DAT പ്രിലിംസ്. പിന്നെ DAT മെയിൻസ് ഉണ്ട്. DAT പ്രിലിംസ് ഒരു 3-hour എക്സാം ആണ്. ഇറ്റ്സ് ഫോർ 100 മാർക്സ്. പെൻ പേപ്പർ പെൻസിൽ മോഡലുള്ള ഒരു എക്സാം ആണ്. ഇപ്പോൾ ഡ്രോയിങ് സ്കിൽസും പിന്നെ ആപ്റ്റിറ്റ്യൂഡ് സ്കിൽസ്, ജനറൽ നോളജ് ഇതെല്ലാമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ദി സെക്കൻഡ് ഈസ് മെയിൻസ് ടെസ്റ്റ്. മെയിൻസിൽ നമ്മൾ സാധാരണ ഇതിൽ ഒരു സ്റ്റുഡിയോ ടെസ്റ്റ് ഒക്കെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എബിലിറ്റി ഒക്കെയാണ് ടെസ്റ്റ് ചെയ്യാറ്. അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽ റൗണ്ട്സ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു വിൽ ബി മെയ്ഡ് ടു ലിസൺ ടു എ പെർട്ടിക്കുലർ ഓഡിയോ. എന്നിട്ട് അത് എന്ത് മെറ്റീരിയലിന്റെ പ്രോസസ് ആണ്, അല്ലെങ്കിൽ എന്ത് പ്രോസസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്ത് മെറ്റീരിയലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കാറ്. ബട്ട് ബിക്കോസ് ഓഫ് COVID-19 സെനാരിയോ ആൻഡ് ഓൾ, ഇറ്റ് വാസ് ചേഞ്ച്ഡ് ലാസ്റ്റ് ഇയർ. അപ്പോൾ അവർക്ക് TRPയും പോർട്ട്ഫോളിയോയും ആണ് അവർ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കൺസെപ്റ്റ്സ്. TRP എന്ന് പറഞ്ഞാൽ തീമാറ്റിക് റിഫ്ലക്റ്റീവ് പ്രസന്റേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു ആർ ടോൾഡ് ടു കൺവേ എ വെരി സ്ട്രോങ് സ്റ്റോറി that has influenced your life, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജേർണി നിങ്ങളുടെ ലൈഫിൽ, അത് നിങ്ങൾക്ക് എങ്ങനെ കൺവേ ചെയ്യാം, പെയിന്റിങ്സിലൂടെയോ അല്ലെങ്കിൽ ഷോർട്ട് മൂവി ആയിട്ടോ ഫോട്ടോഗ്രാഫി സ്കിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട്. അത് കൂടാതെ തന്നെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് എക്സിബിറ്റ് ചെയ്യേണ്ടി വരും ഡിജിറ്റൽ ഫോമിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക്, ഫോട്ടോഗ്രാഫി സ്കിൽസും ഇതെല്ലാം കൂടെ എക്സിബിറ്റ് ചെയ്യാം. ഇതിനെല്ലാത്തിനും കമ്പൈൻ ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു ഓൾ ദീസ് തിങ്സ് യു വിൽ ഹാവ് എ ഗുഡ് ഓൺലൈൻ ഇന്റർവ്യൂ ഓൺ ദിസ്. ദിസ് ഈസ് ഹൗ ദേ ഹാഡ് കണ്ടക്ടഡ് ലാസ്റ്റ് ഇയർ. Now in this year there has been a new notification. അപ്പോൾ theme post ആണ് ഇപ്രാവശ്യത്തെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ്, along with the portfolio that you have to present. Now the next
institute that we are going to focus on is Indian Institute of Technology, IITs. IITs la ഞാൻ നേരത്തെ പറഞ്ഞു അതിനുള്ള എക്സാം UC'd ആണ്, undergraduate common entrance exam for design. അപ്പോൾ അതിൽ UG campuses IIT ബോംബെ, ഹൈദരാബാദ്, ജബൽപൂർ, ഗുവാഹട്ടി അതെല്ലാം ഉണ്ട്. അപ്പം അതിൽ Bachelor of Design courses ഉണ്ട്. We'll just look at the eligibility criteria. Again, the exam is over. ഈ വർഷത്തെ as per this year, the exam has been over and the third round of counseling is about to begin. But just to give you an idea, ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ എന്തൊക്കെയാണ് എന്നുള്ളൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2021 നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. So those students who were born on or after 1996 were eligible to write the 2021 exam. Now, UC'ന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ there are maximum 2 attempts that you can do. Consecutive yearsൽ 2 പ്രാവശ്യം നിങ്ങൾക്ക് എഴുതി നോക്കാം. ഇപ്പം ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ ഇഫ് you want to write the 2021 exam, ആരൊക്കെയാണ് എലിജിബിൾ? 2020ൽ 12th സ്റ്റാൻഡേർഡ് പാസ് ആവുന്ന അല്ലെങ്കിൽ ഈക്വലന്റ് പാസ് ആവുന്ന സ്റ്റുഡൻസും അവർക്ക് നെക്സ്റ്റ് ഇയറും കൂടെ അതായത് 2021 വന്ന് എഴുതാം. അപ്പം ഇങ്ങനെ 2 അറ്റംപ്റ്റ് ആണ് UC'd നമുക്ക് കിട്ടുന്നത്. പക്ഷേ പ്ലീസ് നോട്ട് ഹിയർ വാലിഡിറ്റി, സ്കോർ വാലിഡിറ്റി 1 വർഷത്തേക്കേ ഉള്ളൂ. Students who have also done 3-year diploma are also eligible for this. Again, all stream students, science, commerce, humanities, arts, ഇവരെല്ലാവരും എലിജിബിൾ ആണ് എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് IIT Guwahati. അപ്പൊ എക്സാം എല്ലാവർക്കും എഴുതാം, എക്സാം ഏത് സ്ട്രീമിലെ സ്റ്റുഡൻസിന് വേണമെങ്കിലും എഴുതാം. ബട്ട് വെൻ യു ആർ അപ്ലൈങ് ഫോർ ദി കോഴ്സസ്, വെൻ യു ആർ അപ്ലൈങ് ഫോർ ദി ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, IIT Guwahati, if you are not science stream, you cannot apply. But in all the other 3 IITs, you can still apply. Now, regarding exam center, Dubai, there is one exam center that they could keep in Dubai. It's one of the design exams wherein you have centers at Dubai also. Exam pattern, single exam, 3-hour exam, 300 marks. രണ്ട് പാർട്ടാണല്ലോ. ഫസ്റ്റ് പാർട്ട് ഈസ് NET, MSQ, MCQ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ നേരത്തെ നാറ്റൊക്കെ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം അതിൽ ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ലോജിക്കൽ റീസണിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഒരുപാട് കണ്ടിട്ടുള്ളത്. ദി സെക്കൻഡ് ഈസ് ഡ്രോയിങ് ബേസ്ഡ് എക്സാം. ഇപ്പൊ ഡ്രോയിങ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആയിട്ടുള്ള പെൻ ആൻഡ് പേപ്പർ മോഡ് എക്സാം ആയിരിക്കും. The last one that we're going to discuss is Nift, National Institute of Fashion Technologies. 17 institutes ഉണ്ട്. ഇപ്പം അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ those students or candidates were less than 24 years as on 1st August. Again, this is as per the official notification of 2021. ഇനി B.Des, BF.Tech ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാച്ചലർ ഓഫ് ഡിസൈൻ ആൻഡ് ബാച്ചലർ ഓഫ് ഫാഷൻ ടെക്നോളജി 2 സ്ട്രീംസ് ഉള്ളതാണ്. ബാച്ചലർ ഓഫ് ഡിസൈൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് they can actually, all those students from any stream who have passed 10+2 or 3 or 4 year diploma students can write the exam. BF.Tech ആണെങ്കിൽ അതിന്റെ കൂടെ തന്നെ 10+2 ആണെങ്കിൽ you will have to have physics, chemistry, maths as compulsory, or diploma ആണെങ്കിൽ you will have to do engineering background, engineering stream or engineering trade. The exam pattern, creative ability test, general ability test and studio test. ഇത് മൂന്നും ആയിരിക്കും. ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി സ്കിൽസ്, ഇല്ലുസ്ട്രേഷൻ സ്കിൽസ്, കളർ ബേസ്ഡ് സ്കിൽസ് ഇതൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുക. ഒബ്സർവേഷൻ സ്കിൽസ് ഒക്കെയാണ് ടെസ്റ്റ് ചെയ്യുക. ജനറൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എരിത്തമെറ്റിക് ആപ്റ്റിറ്റ്യൂഡ്, GK, ജനറൽ നോളജ് ഒക്കെയാണ് ടെസ്റ്റ് ചെയ്യുക. ഏറ്റവും മേജർ വെയിറ്റേജ് യൂഷ്വലി ഇതിൽ കാണാറുള്ളത് ലാംഗ്വേജിനാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഒരുപാട് വെയിറ്റേജ് കൊടുക്കുന്ന ഒരു എക്സാം ആണ് GAT, ജനറൽ എബിലിറ്റി ടെസ്റ്റ്. Once you clear that, the next could be situation test. Usually that is how it used to be, but because of COVID, it has been changed. Okay, അപ്പോൾ ഇതിലും മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എബിലിറ്റി, ഇന്നോവേഷൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കുറച്ച് മെറ്റീരിയൽസ് വന്നു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് തന്നാൽ ഒരു സ്പേസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെയാണ് സാധാരണ ടെസ്റ്റ് ചെയ്യാറ്. But because of COVID, this has been changed, at least in the last year. Now, in case of BF.Tech, ഒരു സിംഗിൾ എക്സാമേ ഉള്ളൂ, ജനറൽ എബിലിറ്റി ടെസ്റ്റ്. ഇതിനും ലാംഗ്വേജ് ഒരുപാട് വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ എരിത്തമെറ്റിക് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ്, ജനറൽ നോളേജ്, കറന്റ് അഫയേഴ്സ്, കേസ് സ്റ്റഡി, ഈ വക എല്ലാ ക്വസ്റ്റ്യൻസും ഇതിലും കാണുന്നുണ്ട്. -0.25 മാർക്സ് നെഗറ്റീവ് ഉണ്ട്. അതുകൂടാതെ 150 ക്വസ്റ്റ്യൻസ് ആണ്, 150 മാർക്സിന്റെ ഒരു എക്സാം ആണ്. So that is it about Nift. So we have completed 3 of the design exams also. നമ്മൾ NID നെ പറ്റി ഡിസ്കസ് ചെയ്തു, നമ്മൾ IITs നെ പറ്റി ഡിസ്കസ് ചെയ്തു, നമ്മൾ BF.Tech നെ പറ്റി ഡിസ്കസ് ചെയ്തു. We'll discuss about one particular college in India, IFTK. ഒരുപാട് സ്റ്റുഡൻസിന് അറിയാത്തൊരു കാര്യമാണെന്ന് തോന്നുന്നു. IFTK, Institute of Fashion Technology at Kerala. So B.Des in Fashion Technology is being offered. ഇത് നിഫ്റ്റ് ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ തുടങ്ങിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, കൊല്ലത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സോ ഇവർക്ക് ഇവരുടേതായ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. പ്രൊസീജിയർ, ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ട പ്രൊസീജിയർ തുടങ്ങിക്കഴിഞ്ഞു. 15th June 2021 ആണ് ലാസ്റ്റ് ഡേറ്റ്. സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം, ഫോർ എക്സാമ്പിൾ CAT ആൻഡ് പേഴ്സണൽ ഇന്റർവ്യൂ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഇവരുടെ സെലക്ഷൻ ക്രൈറ്റീരിയ.
അപ്പം നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് 3 ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സും അവരുടെ എൻട്രൻസ് എക്സാംസിനെ പറ്റിയാണ്. അതിന്റെ കൂടെ IFTK പറ്റിയും ഡിസ്കസ് ചെയ്തു. അത് കൂടാതെ തന്നെ നമ്മൾ ഇതിനു മുന്നേ ആർക്കിടെക്ചർ കോഴ്സസിനെ പറ്റിയും അതിന്റെ മേജർ ആയിട്ടുള്ള 3 എക്സാംസിനെ പറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്തു. So over a period of time, we have been providing guidance courses in case of guidance programs, in case of all these exams, in case of KEAM 2000 and last 2 years, 2019, 2020, the first rankers has been THiNC students. Then, for example, in case of NATA also, we have had a lot of toppers. This is the last year's result. More than 86 students have scored 150 or above. These are some of our JEE toppers. So they currently placed in SPA Delhi, NIT Calicut, etc. You have around 56 students who have scored more than 99%. In case of NID design exams, 16 in top. There are lots of students in top 200 from THiNC. In case of MDes also, the guidance programs has been provided. Rank 1, rank 2, rank 4 in MDes entrance results has also been for THiNC. Next is Nift Results. So within top 50 itself, we have had few students who have come from THiNC. In case of IIT UC, 14 in the top 90 has been from THiNC. So ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം കോഴ്സസ്, ഇപ്പോൾ ക്രാഷ് കോഴ്സസ് ആണെങ്കിലും അഥവാ ലോങ് ടേം 2 year or 1 year or വീക്കെൻഡ് കോഴ്സസ് ഒക്കെ ആണെങ്കിൽ വി ആർ പ്രൊവൈഡിങ് ദാറ്റ്. താങ്ക് യു സൂരജ് സർ, വിഭു സർ, സച്ചിൻ സർ. സോ കൂടുതൽ ഇൻഫോർമേഷൻസിനും ഡൗട്ട് ക്ലാരിഫിക്കേഷൻസിനും ഞങ്ങളുടെ കോഴ്സുകളെ കുറിച്ച് അറിയാനും ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ എല്ലാവിധ അസിസ്റ്റൻസും നിങ്ങൾക്ക് നൽകുന്നതാണ്. സോ ഇന്ന് ഈ വെബിനാർ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇതിനായി ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന മാതൃഭൂമിക്കും ഇന്നത്തെ സെഷൻസ് ഭംഗിയായി കൈകാര്യം ചെയ്ത ഫാക്കൽറ്റീസിനും നല്ലൊരു എക്സ്പീരിയൻസ് സമ്മാനിച്ച എല്ലാ പാർട്ടിസിപ്പൻസിനും ഞങ്ങൾ നന്ദി പറയുന്നു. സോ വി ക്യാൻ വൈൻഡ് അപ്പ് ദ സെഷൻ. താങ്ക് യു എവരിവൺ. താങ്ക് യു സോ മച്ച്.